കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം അഥവാ ജീസസ് ക്രൈസ്റ്റ് ന്യൂ ടെസ്റ്റ്മെന്റ് സാൽവേഷൻ ഡോക്ട്രിൻ, ഇൻ ഷോർട്ട് JCNDSD യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഗ്രൂപ്പിൽ കൂടെ നിങ്ങൾ 4 ഭാഷകളിൽ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ സുവിശേഷം ഞങ്ങൾ പ്രസ്താവിക്കുന്നത് യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതും പ്രമാണിച്ചതും കാണിച്ചതും എഴുതപ്പെട്ടതുമായിട്ടുള്ള സന്ദേശങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും സഹകരണത്തിനും എൻകറേജ്മെന്റിനും സപ്പോർട്ടിനും ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. തീർച്ചയായിട്ടും ഇനിയും ഈ ഗ്രൂപ്പ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഉണ്ടെങ്കിൽ എത്രയും വേഗം ചെയ്യുക. സത്യവചനങ്ങൾ മനസ്സിലാക്കി രക്ഷയുടെ പാതയിൽ വന്ന് നിങ്ങളുടെ ജീവൻ യേശുക്രിസ്തുവിൽ സമർപ്പിച്ചുകൊണ്ട് പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് ദൈവ സഭയോട് ചേരുവാൻ വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. തീർച്ചയായിട്ടും ഈ ഗ്രൂപ്പിൽ കൂടെ കേൾക്കുന്ന വചനങ്ങൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഉത്തേജനം നൽകുന്നതും ഉന്മേഷം നൽകുന്നതും നിത്യത്തിലേക്ക് നയിക്കുന്നതും ആകുന്നുവെന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു ഡിസ്കഷന് വേണ്ടി കടന്നു വന്നിരിക്കുന്നത് IPCയിലെ PT ജോർജ് എന്ന പാസ്റ്റർ. വടക്കേ ഇന്ത്യയിൽ 45 വർഷം സർവീസ് ചെയ്ത് ഇപ്പോൾ ബാംഗ്ലൂരിൽ സെറ്റിലായിരിക്കുന്ന ആ പാസ്റ്ററാണ് ഇന്ന് ഡിസ്കഷന് വേണ്ടി സ്നാനത്തെ കുറിച്ചുള്ള വിഷയം സംസാരിക്കാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ഡിസ്കഷൻ നിങ്ങൾ കേൾക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, ഏതാകുന്നു സത്യ സ്നാനം എന്നുള്ള ഉപദേശം എന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഡിയർ ബ്രദേഴ്സ് വിൽസൺ, സൈമൺ ആൻഡ് പാസ്റ്റർ ജോയ് ജോസഫ്, നമ്മളോട് കൂടെ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് പാസ്റ്റർ PT ജോർജ്, ബാംഗ്ലൂർ ബേസ് IPC സഭയിലുള്ളതാകുന്നു. ഐ തിങ്ക് ഹിസ് ഏജ് ഈസ് 80+. വളരെ പ്രായമുള്ളതായ ഒരു കർത്തദാസനാകുന്നു. നോർത്ത് ഇന്ത്യയിൽ 35 വർഷം സേവനം ചെയ്തിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിലായിരിക്കുന്നെന്നാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ സെൽഫായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു വിചാരിക്കുന്നു. ഇപ്പോൾ ലൈനിലുള്ള ബ്രദർ വിൽസൺ, ബ്രദർ സൈമൺ, പാസ്റ്റർ ജോയ് ജോസഫ്, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. നിങ്ങളെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുക 2-3 വാക്കുകളിൽ. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം സംസാരിക്കട്ടെ അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ. എൻ്റെ പേര് വിൽസൺ ബെഞ്ചമിൻ എന്നാണ്. ഞാൻ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളാണ്. സ്നാനത്തെ പറ്റി അറിയാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് സൈമൺ എന്നാണ്. ഞാനും ഒരു CSI ബാക്ക്ഗ്രൗണ്ട് ആണ്. അപ്പം സ്നാനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി പാസ്റ്ററിന്റെ പ്രസംഗം അല്ലെങ്കിൽ അത് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഞങ്ങളുടെ കാണും, സംശയങ്ങളും. അപ്പം അങ്ങനെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസർ പോലെ ചെയ്യാം. ജോർജ് പാസ്റ്റർ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ജോയി എന്നാണ്. ഞാനിവിടെ കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഇപ്പം എറണാകുളത്ത് ടൗണിൽ ഒരു ചെറിയ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ കുറച്ചേ ഉള്ളൂ. അവിടെ ശുശ്രൂഷ ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് സംബന്ധിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അതിൽ സന്തോഷം കൊള്ളുന്നു. പ്രത്യേകിച്ച് ജോർജ് പാസ്റ്റർ വളരെ സീനിയർ പാസ്റ്ററാണ്. വടക്കേണ്ടിലേക്ക് കർത്താവിന് വേണ്ടി ഒത്തിരി അധ്വാനിച്ച ദൈവദാസനാണല്ലോ. അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അതിനായി ഞാനും ഒരുങ്ങിയിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഞാന് പാസ്റ്റർ PT ജോർജ് പരിചയപ്പെടുന്നത് ഫേസ്ബുക്കിലാണ്. ഈ ഇന്നത്തെ കാലത്ത് സഭകളിൽ നടക്കുന്നതായ അഴിമതി അക്രമങ്ങളെ കുറിച്ചുള്ള ഒരു മെസ്സേജ് അദ്ദേഹം പറയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെ പരിചയപ്പെടുകയും അദ്ദേഹം വിചാരിച്ചു എൻ്റെ ഒരു ഏബ്രഹാം കുട്ടിയാണ്. അപ്പൊ അദ്ദേഹം വിചാരിച്ചു അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു ഏബ്രഹാം കുട്ടിയാണെന്ന് വിചാരിച്ചാണ് സംസാരിക്കുകയും പിന്നെ ഫോൺ ചെയ്യുക സംസാരിച്ചത്. പിന്നെ പരിചയമില്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ അല്ലേ പക്ഷേ?
കണ്ടിട്ടുള്ള ഓർക്കുന്നില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, അപ്പോൾ ഓർക്കുന്നില്ല. പാസ്റ്ററെ കുറിച്ചുള്ള ഒരു സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ 5 ടൈപ്പ് സ്നാനങ്ങൾ കാണുന്നുണ്ട്. ഇൻഫാന്റ് ബാപ്റ്റിസം, സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം, ബാപ്റ്റിസം അണ്ടർ ഫ്ലാഗ്, ബാപ്റ്റിസം ഇൻ ദ ടൈറ്റിൽ ഫാദർ, സൺ ആൻഡ് ഹോളി ഗോസ്റ്റ്, ആൻഡ് ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ എഫേസ്യർ 4:5 അനുസരിച്ച് വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, ദൈവം ഒരുവൻ. അങ്ങനെയെങ്കിൽ ഏതാകുന്നു യഥാർത്ഥമായി ബിബ്ലിക്കൽ ബാപ്റ്റിസം എന്ന് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ആയിരിക്കുന്നത്. അപ്പോൾ പാസ്റ്റർ തന്നെ പാസ്റ്ററെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം ആ സ്നാനത്തെ കുറിച്ചുള്ള ഒരു വിശദീകരണം കേൾക്കുവാൻ താല്പര്യപ്പെടുന്നു. ഓക്കെ, താങ്ക് യു. എന്നെ മനസ്സിലായല്ലോ. എൻ്റെ പേര് PT ജോർജ്. എൻ്റെ സ്ഥലം റാന്നി നെല്ലിക്കമണ്ണ്, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ. ഞാൻ 1963 വിദ്യാഭ്യാസാനന്തരം ഉദ്യോഗത്തിന് വേണ്ടി വടക്കേണ്ടിയിലേക്ക് കടന്നുപോയി. 43 വർഷം വടക്കേണ്ടിയെ ജീവിച്ചു. ഇപ്പോൾ കഴിഞ്ഞ 18 വർഷമായിട്ട് ബാംഗ്ലൂരിൽ താമസിക്കുന്നു. അങ്ങനെ 61 വർഷമായി ഞാൻ കേരളം വിട്ടിട്ട്. ഞാൻ ഇന്ത്യ പെന്തക്കോസ്ത് ദിവസഭയിലെ ഒരു പാസ്റ്ററാണ്. IPC മറ്റ് വ്യക്തിപരമായിട്ട് പറയാൻ ഒന്നുമില്ലാന്ന് തോന്നുന്നു. ഇത്രയും അതിൻ്റെ പേഴ്സണലായിട്ടുള്ള പരിചയത്തിന് വേണ്ടി. മുമ്പേ ഏബ്രാംകുട്ടി ബ്രദർ പറഞ്ഞ പോലെ ഫേസ്ബുക്കിൽ കൂടെ ഞങ്ങൾ അവിചാരിതമായിട്ടൊന്ന് കണ്ടുമുട്ടി. അപ്പൊ എനിക്ക് പരിചയമുള്ള ആളാണെന്നാണ് ഞാൻ ആദ്യം ധരിച്ചത്. എന്നാൽ കണ്ട് പരിചയം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്, വേറൊരു ഏബ്രാംകുട്ടിയാണെന്ന് തോന്നുന്നു ഞാൻ കണ്ട ആള്. ഇനിയാവും സോക്കെ, നമ്മളെല്ലാവരും കർത്താവിനെ സ്നേഹിക്കുന്നതും കർത്താവിൻ്റെ മക്കളുമാണ്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഏബ്രാംകുട്ടി ബ്രദർ എന്നോട് പറഞ്ഞനുസരിച്ച് സ്നാനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയാനാണ് താല്പര്യമെന്ന് വരണ്ട് പറഞ്ഞു. ആ വിഷയത്തെക്കുറിച്ച് ഒരു ചെറിയ ഇൻഫർമേഷൻ, ഏതാണ് ശരിയായ ബാപ്റ്റിസം എന്നാണ് അറിയേണ്ടത്, അല്ലേ? എല്ലാവർക്കും കേൾക്കാമല്ലോ? പാസ്റ്ററുടെ ഫേസ് കുറച്ചുകൂടെ ഒന്ന് ഉയർക്കാണ് നന്നായിരിക്കും. ഇപ്പൊ കുറച്ച് താഴെയാ, കുറച്ചുകൂടെ ഒന്ന് ഉയരാൻ പറ്റുമോ? ബസ്. പെർഫെക്റ്റ്. എല്ലാരും കാണാമല്ലോ? ഞാൻ ഏബ്രാംകുട്ടി ബ്രദറിനെ മാത്രമേ കാണുന്നുള്ളൂ. അതാ സ്ക്രീൻ ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് ഇത് ചെയ്തേ. സ്ക്രീനിലൊന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് എങ്ങനെയൊന്ന് സ്ലൈഡ് ചെയ്ത് വിട്ടെ. കാണാവോ? ഓക്കെ, താങ്ക് യു. നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കാണാനൊത്തു, പരിചയപ്പെടാനൊത്തു. വളരെ സന്തോഷം. നമ്മൾ വിവിധ ഇടങ്ങളിലാണ് ഇരിക്കുന്നത്. വിഷയം ഒരു വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്, സ്നാനം എന്നത്. അതിനെക്കുറിച്ചാണ് അറിയണമെന്നാണ് കർത്താവിന്റെ ഏബ്രാംകുട്ടി എന്നോട് പറഞ്ഞത്. നമ്മുടെ മധ്യ ഒരു പാസ്റ്റർ ഉണ്ടല്ലോ എറണാകുളത്ത് നിന്ന്. ഇതിനിടയ്ക്ക് ബൈ ദ വേ ജോയ് പാസ്റ്റർ എറണാകുളത്തുള്ള പാസ്റ്ററോട്, എറണാകുളത്ത് അവിടെ SBI ഒരു തോമസ് സാറിനെ അറിയാമോ? SBI ഉണ്ടായിരുന്നാണ്. SBI റിട്ടയറായി പാലാരിവട്ടത്താ താമസിക്കുന്നത്. തോമസ് സാറോ? SBI തോമസ് സാർ എന്നാണ് അറിയപ്പെടുന്നത്. പുള്ളി ഏത് ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്ന അറിയാം? പക്ഷേ വളഞ്ഞമ്പലം IPC വളഞ്ഞമ്പലം IPCയിലെ ജോഷിക്കുട്ടി പാഷൊക്കെ ഞാൻ പരിചയമുള്ളതാ. പണ്ട് പരിചയം ഉണ്ടായിരുന്ന, മരിച്ചുപോയി അദ്ദേഹം. പിന്നെ ഒത്തിരി വർഷം മുമ്പ് ഇരുന്ന ആളാ. വർഷങ്ങൾക്ക് മുമ്പ് ഇരുന്നത്. പിന്നെ അവിടുത്തെ വളഞ്ഞമ്പലം IPC സഭ സ്ഥാപിച്ച നമ്മുടെ ഈശോ പാഷ ഇല്ലേ? ഈശോയ്ക്ക് മുമ്പാണ് സ്ഥാപിച്ചെന്ന് തോന്നുന്നു. അന്നാ എനിക്ക് പരിചയമില്ല പക്ഷെ. പഴയ സഭയാ. എന്റെ സ്വന്തം നാട് എരുമേലിയാണ്. ഞാനിവിടെ വന്നിട്ട് ഒരു 35 വർഷമായി. അപ്പൊ അറിയാൻ വഴിയുണ്ട്. എറണാകുളത്ത് പാലാരിവട്ടത്ത്
SBI തോമസ് സാർ എന്ന് അറിയപ്പെടുന്നത് അതെന്റെ അനിയനാണ്. ഓഹോ, ആയിരുന്നു, റിട്ടയർ ആയ ആളാ. ഫീഡ്ബാക്ക് ഓഫ് ഇന്ത്യ. എന്തോ ജസ്റ്റ് പരിചയത്തിന് വേണ്ടി പറഞ്ഞു. ഓക്കെ, ഓക്കെ, ജസ്റ്റ് പരിചയത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ജ്ഞാനം എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മള് പഠിക്കുമ്പോഴ് ഞാൻ അതിന്റെ ഒരു ചെറിയ സ്റ്റഡി മെത്തഡ് പറയാം, പിന്നെ നിങ്ങൾക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന്, ദൈവം സഭയിൽ 3 സാക്രമെന്റ് അഥവാ 3 കർമാനുഷ്ഠാനങ്ങൾ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. അതിലൊന്ന് സ്നാനം, 2 പാദം കഴുകലാണ്. പക്ഷെ പാദം കഴുകൽ ക്രിസ്ത്യ സഭയിൽ സാക്രമെന്റ് ആയിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ അംഗീകരിക്കാത്ത എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിച്ചാണെങ്കിൽ പാദം കഴുകലും ഒരു സാക്രമെന്റ് ആണ്. ഇനി അതവിടെ നിൽക്കട്ടെ. 3ാമത് തിരുവത്താഴം. ഇപ്പൊ 3 കാര്യം ഞാൻ പറഞ്ഞത് സാക്രമെന്റ്. 1 സ്നാനം, 2 പാദം കഴുകൽ, 3 തിരുവത്താഴം. അപ്പൊ അതിൽ ആദ്യത്തേതാണ് സ്നാനം. ഈ സ്നാനം ദൈവം സഭയ്ക്ക് ഏർപ്പെടുത്തിയത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരെ ചേർത്തു. 3 വർഷം ശിഷ്യന്മാരോട് കൂടെ നടന്ന്, ശിഷ്യന്മാരെ കൂടെ കൊണ്ട് നടന്ന് അവരെ ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായ ഉപദേശങ്ങളെല്ലാം പഠിപ്പിച്ചു. ഒടുവിൽ തൻ്റെ കാലത്തും പലരും സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെടുത്തില്ല, ശിഷ്യന്മാരാ സ്നാനപ്പെടുത്തിയത്. എന്നാൽ അന്ത്യകാലത്ത് അന്ത്യകാലത്ത് പറയുമ്പോൾ തൻ്റെ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്ന സമയത്ത് ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. അന്ത്യത്തിൽ താൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പ് ഒലിവുമലയിൽ നിന്നാണ് എടുക്കപ്പെട്ടത്. അപ്പൊ ഒലിവുമലയിൽ 11 ശിഷ്യന്മാരും വന്നിട്ടുണ്ട്. 12 പേരിൽ ഒരാൾ നമുക്കറിയാമല്ലോ, യൂദാ ഇസ്കരിയോത്താ പോയി തൂങ്ങിച്ചത്തു. ബാക്കി 11 പേര് ആ ഒലിവുമലയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. അവിടെ വെച്ച് യേശു അവരോട് ചില കാര്യങ്ങൾ സംസാരിച്ചു. അതിനെക്കുറിച്ച് 2 പേരിലാണ് അറിയപ്പെടുന്നത്. ഒന്ന് ദ ഒലിവറ്റ് ഡിസ്കോഴ്സ് എന്നും ദ ഗ്രേറ്റ് കമ്മീഷൻ എന്നും 2 പേരിൽ അത് അറിയപ്പെടുന്നു. ആ ഒലിവുമല വെച്ച് കർത്താവ് കൊടുത്ത കൽപ്പനയോടുള്ള ബന്ധത്തിൽ അതിനെക്കുറിച്ച് തിയോളജിക്കൽ വേയിൽ പറയുന്ന 2 പ്രസ്താവനകളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഒലിവറ്റ് ഡിസ്കോഴ്സ്, മറ്റേത് ദ ഗ്രേറ്റ് കമ്മീഷൻ. അതിൽപ്പെട്ടതാണ് സ്നാനം. അപ്പൊ അന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സുവിശേഷീകരിച്ച് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവീൻ. ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നൊക്കെയും അവരനുസരിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിപ്പീൻ. അപ്പൊ അതുകൊണ്ടാണിത് ഗ്രേറ്റ് കമ്മീഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അന്ന് പറഞ്ഞതാണ് സ്നാനത്തെ സംബന്ധിച്ച്. അപ്പൊ സ്നാനം എന്നത് ഒന്നാമതായിട്ട് ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇറ്റ് ഇസ് എ കമാൻഡ്മെന്റ് ഫ്രം ഗാഡ്. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സുവിശേഷം പറഞ്ഞ് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാമത് ഇറ്റ് ഈസ് എ കമാൻഡ് ഫ്രം ഗോഡ്. ഞാൻ ഇതിനൊന്നും വാക്യങ്ങൾ വായിപ്പിക്കാൻ പോയപ്പോൾ ഒത്തിരി സമയമെടുക്കും. ജസ്റ്റ് പറഞ്ഞു വിടുന്നേ ഉള്ളൂ ഇപ്പോഴ്. രണ്ടാമത്, ഈ സ്നാനം എന്നത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. കാരണം യേശു തമ്പുരാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ദേവാലയത്തിൽ ചെന്നു. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരീശന്മാരൊക്കെ തന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യം ഇതാണ്: യേശു ദേവാലയം ശുദ്ധീകരിച്ചപ്പോൾ അവർ യേശുവിനോട് ചോദിച്ചു, നീ എന്താ അധികാരം കൊണ്ടായി ചെയ്യുന്നത്? ദേവാലയ ശുദ്ധീകരണ പ്രക്രിയ പുരോഹിതന്മാർ ചെയ്യേണ്ടതാണ്, നീ ആരുമല്ലല്ലോ, നീ എന്തിനായി ചെയ്യുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് യേശു ഒരു മറുചോദ്യമാണ് അവരോട് ചോദിച്ചത്. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നു, ആ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ചോദ്യത്തിന് ഞാനും ഉത്തരം പറയാമെന്ന് പറഞ്ഞു.
അപ്പൊ യേശു മറുചോദ്യമായിട്ട് അവരോട് ചോദിച്ചത്, യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ? അപ്പോൾ അവര് പരീശന്മാരും ശാസ്ത്രന്മാരും കൂടിയിരിക്കുന്ന അവരും വെറും മടയരല്ല. അന്നത്തെ കാലത്തെ സമുദായത്തിലെ വലിയ ഉന്നതന്മാരായ ആൾക്കാരാ. അവര് പരസ്പരം ചിന്തിച്ചു, പരസ്പരം ആലോചിച്ചിട്ട് പറഞ്ഞു, എടാ, സ്വർഗത്തിൽ നിന്നാന്ന് പറഞ്ഞാൽ യേശു തിരിച്ചൊടനെ ചോദിക്കും, പിന്നെ നിങ്ങൾ എന്താ അത് വിശ്വസിക്കാത്തതെന്ന്. ഇനി ഭൂമിയിൽ നിന്നാണെന്ന് പറയാനും ഒക്കത്തില്ല. കാരണം യോഹന്നാന്റെ പ്രവാചകനാണ്. പ്രവാചകൻ സ്വയമായിട്ടൊന്നും പറയത്തില്ല. സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ട് ആ ദൂതാണ് പ്രവാചകൻ പറയാറുള്ളത്. അപ്പൊ രണ്ടിനാൽ ഇവർ ഞരങ്ങിയിട്ട് ഇപ്പൊ സ്വർഗത്തിൽ നിന്നാന്ന് പറയാനൊക്കത്തില്ല, ഭൂമിയിൽ നിന്നാന്ന് പറയാനൊക്കത്തില്ല. അവരൊരു നല്ല കുടുംബം കണ്ടുപിടിച്ചു. അവർ പറഞ്ഞ മറുപടി എന്താന്ന് നമുക്കറിയാം. എന്താ പറഞ്ഞത്? അയ്യോ ഗുരു, ഞങ്ങൾക്കറിയത്തില്ല അത് സ്വർഗത്തിൽ നിന്നാന്നോ ഭൂമിയിൽ നിന്നാന്നോ എന്ന്. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചോദ്യം ഉത്തരം പറയുന്നില്ല. അപ്പൊ യേശു അതിനെ പിന്നെ വ്യാഖ്യാനിച്ച് താഴെ പറയുന്നുണ്ട്. അപ്പൊ അവിടെ കാണുന്നതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാകുന്നത്, സ്നാനം സ്വർഗത്തിൽ നിന്നുള്ള ഒരു കാര്യമാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒത്തിരി വിവരിച്ച് വ്യാഖ്യാനിക്കാതെ തന്നെ വിവരിച്ച് പറയേണ്ട ഒരു വിഷയമാണ്. സ്വർഗത്തിൽ നിന്ന് സ്നാനം ദൈവത്തിന്റെ കൽപ്പനയാണ്. രണ്ടാമത്, സ്നാനം സ്വർഗത്തിൽ നിന്നുള്ളതാണ്. പിന്നീട് ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആലോചനയാണ്. ഇതെങ്ങനെയാണ് ദൈവത്തിന്റെ ആലോചനയാണ്? യോഹന്നാൻ ലൂക്കോസിന് ശേഷം 7-ാം അധ്യായത്തിന്റെ 30-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു. പുരോഹിതന്മാരെ കുറിച്ചും ശാസ്ത്രന്മാരെ കുറിച്ചും പറഞ്ഞതാണ്. സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചനയെ വൃഥാവാക്കി കളഞ്ഞു. എന്താണ് ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞാൽ? നമ്മളുടെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് ദൈവത്തിന്റെ ആലോചന. ദൈവം എന്ന ആലോചന കൊടുത്തു സ്നാനത്തെ കുറിച്ച്? ഒരാലോചന എങ്ങും കൊടുത്തായിട്ട് കാണുന്നില്ല. നാം ആദ്യമായിട്ട് കാണുന്ന കൽപ്പന കൊടുത്താൽ മത്തായിയുടെ ശേഷം 28-ാം അധ്യായത്തിന് ഒടുവിൽ. എന്നാൽ വേറൊന്നും ആലോചന കാണുന്നില്ല. എന്നാൽ ഈ ആലോചന എവിടെ നിന്നാണ് വന്നത്? അതിനെക്കുറിച്ച് നാം പഠിച്ചാൽ, അനാദ്യനായ ആ ത്രിയേക ദൈവം അനാദ്യനായി സ്വർഗത്തിലിരിക്കുമ്പോൾ ഒരു സൃഷ്ടിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ത്രിയേക ദൈവം ഏകനായി സ്വർഗത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവർ ത്രിത്വം തമ്മിൽ സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ സംസാരിച്ചപ്പോൾ ആ സംസാരിച്ച കാര്യമൊന്നും തിരുവഴുത്തിൽ അതുപോലെ എഴുതിയിട്ടില്ല കേട്ടോ. ദൈവത്തിന്റെ ആലോചനയെ കുറിച്ച് പഠിക്കുമ്പോൾ എവിടാണ് ഈ ആലോചന എന്നുള്ളത് നാം ചിന്തിച്ചു പോയി കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. തിരുവഴുത്തിൽ അങ്ങനെ എഴുതിയിട്ടില്ല. അപ്പോൾ ഈ 3 വ്യക്തികൾ തമ്മിൽ ആലോചിച്ചു, സംസാരിച്ചു. നാം സൃഷ്ടിക്കാൻ പോകുന്നു. സർവസൃഷ്ടിയുടെ ഒടുവിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടും. ആ മനുഷ്യനൊടിയിൽ പാപം ചെയ്യും. ആ പാപത്തിൽ വീഴുന്ന മനുഷ്യന്റെ തലമുറകളെല്ലാം പാപികളായി തീരും. ആകയാൽ പുത്ര, അന്ന് യേശു എന്ന പേരല്ല, പുത്രൻ എന്ന യേശു എന്ന പേര് താൻ ജന്മം എടുത്ത് ഭൂമിയിൽ വന്നപ്പെട്ട പേരാ. അപ്പൊ പുത്ര, നീ മാനവജാതി രക്ഷയ്ക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങിപ്പോയി മാനവജാതിയുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേൽക്കും. നീ സ്വർഗത്തിലേക്ക് കയറി വരും. തദനന്തരം നിന്നാലാക്കപ്പെടുന്ന അപ്പോസ്തലന്മാരാലും മറ്റ് ശിഷ്യന്മാരാലും സുവിശേഷം പ്രസംഗിക്കപ്പെടും. അങ്ങനെ കേട്ട് വിശ്വസിക്കുന്നവർ സ്നാനപ്പെടണമെന്നുള്ള ആലോചന സ്വർഗത്തിൽ ദൈവം അനാദികാലം മുതൽ ത്രിയേക ദൈവം തന്നെ സ്വർഗത്തിൽ സ്ഥിതി ചെയ്ത കാലത്ത് എടുത്തൊരു തീരുമാനമാണ് ഈ സ്നാനം. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലോചന എന്ന് പറഞ്ഞിരിക്കുന്നത്. എത്ര മഹത്വമേറിയ, എത്ര ശ്രേഷ്ഠമേറിയ ഒന്നാണ് ഈ സ്നാനത്തെ കുറിച്ചുള്ള കാര്യം. അത് ഓരോന്ന് പഠിക്കുമ്പോഴേ വളരെ നമുക്ക് നാം വളരെ സന്തോഷിപ്പാനിടയായിത്തീരും. ഈ സ്നാനം എന്നത് ആകയാൽ പ്രിയ ദൈവത്തിന്റെ മക്കളെ വെറും നിസ്സാരമായ ഒരു സംഗതിയല്ല. ഇതിനെ സഭതോരും അത്ര നിസ്സാരമായി കരുതുന്ന ഒന്നുണ്ട്. എന്നാൽ സ്നാനം എന്നത് അത്ര നിസ്സാരമേറിയൊരു കാര്യമല്ല, വളരെ ഗൗരവമേറിയൊരു കാര്യമാണ്. 1, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. 2, ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒന്നാണ്. 3, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. ആലോചന എന്താണെന്ന് നാം കണ്ടു. അനാദികാലത്ത്
ത്രിയേക ദൈവം തന്നെ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ അവർ തമ്മിൽ സംസാരിച്ച് തീരുമാനിച്ച ആലോചനയാണ് ഈ സ്നാനം എന്ന വിഷയം. അപ്പൊ ആ സ്നാനത്തെ കുറിച്ചാണ് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എല്ലാ കാര്യവും ഞാൻ വിവരിച്ച് പറയുകയില്ല. ചിലത് ഞാൻ കട്ട് സമ്മറിയായിട്ടേ പറയത്തുള്ളൂ. കാരണം വൺ സെക്കൻഡ് ജോർജ് ഭാഷേ, നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പൊ ഈ ക്രിസ്ത്യൻഡത്തില് ഈ 5 ടൈപ്പ് ബാപ്റ്റിസം കാണുന്നുണ്ട്. അതിൽ ഏത് കറക്റ്റ് ആണെന്നുള്ള ബിബ്ലിക്കൽ ഒരു സ്ക്രിപ്ചറിൽ ഒന്ന് സംസാരിക്കേ. ഞാൻ വരാം, അവിടെ വരാം. ഓക്കെ. എനിക്ക് പറഞ്ഞ വിഷയമെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ആദ്യം ഒരു ഉപക്രമം പറഞ്ഞിട്ട് അവിടോട്ട് വരാം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഉപക്രമത്തിലെ ആദ്യത്തെ ഭാഗം അവിടെ കൊണ്ട് നിർത്തുക. കാരണം വേർച്ച് പറഞ്ഞാൽ ഇന്ന് രാത്രി മുഴുവൻ നമ്മൾ ഇരിക്കേണ്ടി വരും. ഒരുപാട് സമയം ആകുമല്ലോ. ഇപ്പൊ തന്നെ മണി 10 ആകുന്നു. അപ്പോൾ സ്നാനത്തെ കുറിച്ച് അതിന്റെ ആദ്യത്തെ കാര്യം കണ്ടു. 1, ഇത് ദൈവത്തിന്റെ കൽപ്പനയാണ്. 2, ഇത് ദൈവത്തിന്റെ ഇത് സ്വർഗത്തിൽ നിന്നുള്ളതാണ്. 3, ഇത് ദൈവത്തിന്റെ ആലോചനയാണ്. എനിക്ക് തോന്നുന്നു ഉപക്രമത്തിൽ ഇത്രയും പറഞ്ഞാൽ മതിയെന്ന്. ഇനി പല കാര്യമുണ്ടെങ്കിലും ഞാൻ ആ ഭാഗങ്ങളിലേക്ക് ഇപ്പം കടക്കുന്നില്ല. ഇപ്പൊ പറഞ്ഞ കാര്യം കൂടെ പറഞ്ഞ് എനിക്കൊന്ന് അതേ സമയം ഇരിക്കുന്നോ? ഇല്ലല്ലോ. ഇല്ല, ഈ ബാപ്റ്റിസം ഏതാണ് ബിബ്ലിക്കലി റൈറ്റ് ആയിട്ടുള്ള ഏതാണെന്ന് തെളിയിക്കുക, അത്രയേ ഉള്ളൂ. വേറെ ഒന്നും വേണ്ട. അത് പറയാം. അപ്പൊ അത് പറയാൻ. അപ്പൊ സ്നാനം വേദോസ്തപ്രകാരം എത്ര സ്നാനമുണ്ട്? വേദോസിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് 4 സ്നാനമുണ്ട്. 1 ജലസ്നാനം, 2 ആത്മസ്നാനം, 3 തീ കൊണ്ടുള്ള സ്നാനം, 4 യേശു ക്രൂശിൽ മരിച്ചതിനെ കുറിച്ച് യേശു തന്നെ പറഞ്ഞു, എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട് എന്ന്. അങ്ങനെ 4 സ്നാനമുണ്ട്. യേശുവിന്റെ ക്രൂശ് മരണം ഒരു സ്നാനത്തോട് ബന്ധപ്പെടുത്തിയാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ ആ നിലയിൽ വരുമ്പോൾ സ്നാനങ്ങൾ 4 ഉണ്ട്. എന്നാൽ എഫേസ് ലേഖനം നാം വായിക്കുന്നു വിശ്വാസം 1, സ്നാനം 1 എന്ന്. അവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന ഒരു സ്നാനം ജലസ്നാനത്തെ ഉദ്ദേശമാണ്. വെള്ളത്തിലെ സ്നാനം അതിനുദ്ദേശമാണ് സ്നാനം 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ എഴുതിയ അപ്പോസ്തലൻ തന്നെ പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സ്നാനം വേറെ ഉണ്ട്. അപ്പൊ ആ ഭാഗത്ത് നമ്മൾ കടക്കുന്നില്ല. നമ്മൾ ജലസ്നാനത്തെ കുറിച്ച് മാത്രമേ ഇപ്പൊ എടുക്കുന്നുള്ളൂ. പാടൻ ജലസ്നാനം അത് 1 ഉള്ളൂ. വാട്ടർ ബാപ്റ്റിസം ഈസ് ഓൺലി 1. അതിന്റെ മോഡ് എങ്ങനെയാണെന്നുള്ള അതിന്റെ രീതി എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത വിഷയം. അവിടാണ് ഇപ്പം ഏബ്രഹാം കുട്ടി ബ്രദർ പറഞ്ഞ 5 തരത്തിലുള്ള സ്നാനത്തെ കുറിച്ച് പറഞ്ഞു. ചിലര് തളിപ്പ് സ്നാനം കൊടുക്കുന്നുണ്ട്. ചിലര് ഈ സാൽവേഷൻ ആർമി എന്ന് പറയുന്ന കൂട്ടര് അവർക്ക് സ്നാനമില്ല, അതിന് പകരം കൊടി കാണിച്ചിട്ട് കൊടിക്കഴിയൊക്കെ പോവുക. 2 പിന്നെ തളിപ്പ് സ്നാനം, കൊടിക്കീഴിലെ മുഴുകൽ സ്നാനം 3 പിന്നെ ഏതാ 5 സ്നാനം ഏതാ പറഞ്ഞത്? ഞാൻ പറയാം, ഒന്നുകൂടെ പറയാം. സ്പ്രിംഗ്ലിംഗ് ബാപ്റ്റിസം, ഇൻഫാന്റ് ബാപ്റ്റിസം, ബാപ്റ്റിസം അണ്ടർ ഫ്ലാഗ്, ബാപ്റ്റിസം ഇൻ ടൈറ്റിൽസ് ഫാദർ സൺ ആൻഡ് ഹോളി ഗോസ്റ്റ്, ആൻഡ് ബാപ്റ്റിസം ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്ത്യൻഡത്തിൽ കാണുന്ന ഇത് ക്രിസ്ത്യൻഡത്തിലെ. ഞാൻ അതിനെ മൊത്തത്തിൽ 3 കണ്ടതാണ്. മുഴുവൻ സ്നാനം യേശുവിന്റെ നാമത്തിൽ മാത്രമുള്ളതും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധ നാമത്തിലുള്ളതും 2ഉം വെള്ളത്തിൽ മുക്കിയ സ്നാനപ്പെടുത്തുന്നത്. പക്ഷെ നാമം ഉപയോഗിക്കുമ്പോൾ വ്യത്യാസമാണെന്നുള്ളതാണ്. അത് ഞാൻ പറയാം. അപ്പോൾ മുഖ്യമായിട്ട് സ്പ്രിംഗ്ലിംഗ് അഥവാ ഇൻഫാന്റ് ബാപ്റ്റിസത്തിലും സ്പ്രിംഗിൾ ചെയ്യുന്നതല്ലാണല്ലോ, വെള്ളം വേറെ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ സ്പ്രിംഗ്ലിംഗ് ഇൻഫാന്റും നമ്മുടെ കൊടിക്കീഴിലും വിട്ടുകളാ, അത് നമ്മൾ അംഗീകരിക്കില്ല, ബൈബിളിൽ ഇല്ല. അത് അൺബിബ്ലിക്കലാ. പിന്നെ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ് സ്നാനം. ആ സ്നാനം ഏൽക്കേണ്ടവരും മാനസാന്തരപ്പെട്ടതിന് ശേഷം മാനസാന്തരപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കേണ്ടെന്നാണ് സ്നാനം. ഇനി അതും മാനസാന്തരത്തെ കുറിച്ച് ഇപ്പം ഞാൻ പറയുന്നില്ല. സ്നാനം എടുക്കേണ്ടവർ മാനസാന്തരപ്പെടണം. ആദ്യം മാനസാന്തരപ്പെട്ട ശേഷമാണ് സ്നാനം എടുക്കേണ്ടത്. ഇനി സ്നാനം തളിക്കലാണോ വെള്ളത്തിൽ മുങ്ങിയാണോ എന്നുള്ളതാണ് അറിയേണ്ടത്, അല്ലേ? അല്ല,
പിന്നെ അതല്ല അറിയേണ്ടത്. അത് നമ്മൾ ഓൾറെഡി തളിക്കലും ഇൻഫാന്റ് നമ്മൾ കളഞ്ഞു, പിന്നെ ബാപ്റ്റിസം ഓഫ് ഫ്ലാഗും കളഞ്ഞു. ഇനിയിപ്പോ അറിയേണ്ടത് ഒറ്റ വിഷയമാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ ടൈറ്റിൽ സ്ഥാനപ്പെടണോ അതോ യേശുക്രിസ്തുവിന്റെ നാമത്തിലായിരിക്കണോ? ഇതാണ് അറിയേണ്ടത്. അതെ, സ്നാനത്തിന് കർത്താവിന്റെ കൽപ്പന നമ്മൾ മുമ്പ് കേട്ടല്ലോ. അപ്പൊ ആ കൽപ്പനയിൽ തന്നെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുകയെന്നാണ് കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞത്. അപ്പൊ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കൽപ്പനയ്ക്ക് മാറ്റം വരുത്താൻ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും അവകാശമില്ല, അധികാരമില്ല. സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയാണ്. പിന്നെ യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുത്തുന്നവരുണ്ട്. അവരെ നമ്മൾ അറിയുന്നത് യേശുനാമക്കാരെന്നാണ്. കേട്ടോ, അവരുടെ പേര് പറയുന്നില്ല. യേശുനാമക്കാരെന്ന പേരിലാണ് അവരെ അറിയുന്നത്. അവരിവിടെ ബാംഗ്ലൂരിലുണ്ട്, കേരളത്തിലുണ്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അവരുണ്ട്. ഞാൻ UP അലഹാബാദിലായിരുന്നു, അവിടെ ഉണ്ടായിരുന്നു. അവരുമായിട്ട് എന്നോട് ഈ കാര്യത്തൊക്കെ ഒത്തിരി ബാധ ഞാൻ ഒത്തിരി മറുപടി അവർക്ക് പറഞ്ഞു കൊടുത്ത. ഈ കഴിഞ്ഞ ദിവസവും ഈ ഒരു കൂട്ടരുമായിട്ട് കേരളത്തിൽ ഇരിക്കുന്നതിനുമായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ കൂടെ ഒത്തിരി ടോക്ക് നടത്തുക. അപ്പോൾ സ്നാനം എന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തു തന്നെ അതാണ് കൽപ്പന തന്നിരിക്കുന്നത്. കർത്താവ് തന്ന കൽപ്പനയ്ക്ക് മാറ്റം വരുത്താൻ ഭൂമിയിൽ ഒരു മനുഷ്യർക്കും അവകാശമില്ല, അധികാരമില്ല. ഇനി എത്ര വലിയ സഭയുടെ വലിയ ഉന്നത അധികാരത്തിൽ ഇരിക്കുന്നവരായിരുന്നാലും അവർക്കാർക്കും കർത്താവ് കൽപ്പന കൊടുത്തിട്ടില്ല. പിന്നെ അങ്ങനെയാണ് ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരെല്ലാവരും ചെയ്തത് അത് തന്നെയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധന്മാരും അവർ സ്നാനപ്പെടുത്തിയത്. കാരണം അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന് ഒടുവിൽ പറയുന്നു, ഞങ്ങൾ വചനത്തിൽ മായം ചേർക്കുന്ന അനേകരെ പോലെ അല്ല, കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ലഭിച്ച കൽപ്പന പ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ നിർമ്മല മനസാക്ഷിയോടുകൂടെ പ്രവർത്തിക്കുന്നവരാണ്, പ്രസംഗിക്കുന്നവരാണെന്ന്. അപ്പൊ അപ്പോസ്തലന്മാരോട് കർത്താവായ യേശുക്രിസ്തു കൽപ്പന അതുപോലെ പ്രമാണിച്ചവരാണ് അപ്പോസ്തലന്മാരെല്ലാവരും. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം വന്നതെന്നൊരു ചോദ്യം വരും. ആ സ്നാനവും തുടങ്ങിയത് ആദ്യകാലത്തല്ല. ആ സ്നാനം തുടങ്ങിയിട്ട് ആദ്യ വർഷങ്ങളുമായിട്ടില്ല. ആദ്യകാലത്തല്ല. അപ്പോസ്തലന്മാർ ചെയ്തതെല്ലാം സഭയുടെ നടപടിക്രമവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമായിരുന്നു. എന്നാൽ യേശുവിന്റെ മാത്രം നാമത്തിലുള്ള സ്നാനം വന്നത് എങ്ങനെയാണെന്നൊരു ചോദ്യം ഉദിക്കും. അത് നമുക്ക് തിരുവഴുത്തിൽ കൂടെ തന്നെ ഉത്തരം കാണണം. അപ്പോസ്തല പ്രവൃത്തിയിലാണ് പലയിടങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട്, യേശുവിന്റെ നാമത്തിൽ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, ക്രിസ്തേശുവിന്റെ നാമത്തിൽ എന്നൊക്കെയുള്ള നാമമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ നാമം എല്ലാം ഉപയോഗിക്കേണ്ടായോ? ക്രിസ്തേശു നാമം ഉപയോഗിക്കണം, യേശുക്രിസ്തു നാമം ഉപയോഗിക്കണം, യേശുവിന്റെ നാമം ഉപയോഗിക്കണം. അപ്പൊ എത്ര സ്നാനം നമ്മൾ നടത്തണം? ഇനിയും ഇവിടെ വ്യത്യാസം വന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ പേരെങ്ങനെയാണ് വന്നത്? എന്താണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഇനി ഇവര് ഈ പറയുന്നവരുടെ കൂട്ടം പറയുമ്പോൾ നമുക്കൊരു മറുചോദ്യം പറയാനുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിൽ 8 സ്നാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് 4 ഇടത്തങ്ങാണ്ട് പേര് പറയുന്നുള്ളൂ. ബാക്കി 2-3 ഇടത്ത് പേര് പറയാതെ കൊണ്ട് സ്നാനപ്പെടുത്തിയത് മാത്രമുണ്ട്. അപ്പൊ ഒരു നാമം ഉപയോഗിക്കാതെ സ്നാനപ്പെടുത്താമോ എന്ന് അവരോട് ചോദിച്ചാൽ അവരെന്ത് ഉത്തരം പറയും? ഞാൻ സ്നാനത്തെ കുറിച്ച് നോട്ട് തയ്യാറാക്കിയ 70 പേജിന്റെ നോട്ട് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നും എടുക്കുന്നില്ല ഇവിടെ. അപ്പോൾ എങ്ങനെയാണ് ഈ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം ഒന്ന് വന്നത് എന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം ഒരു കൽപ്പന മനുഷ്യർക്ക് നൽകുമ്പോൾ ആര് മുഖാന്തരമാണോ ആ കൽപ്പന കൊടുക്കുന്നത്, ആ കൽപ്പന ആ ആളിന്റെ പേരിൽ അറിയപ്പെടും. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, കേൾക്കണമേ. ദൈവം ഒരു കൽപ്പന മനുഷ്യർക്ക് നൽകുമ്പോൾ ആര് മുഖാന്തരമാണോ നൽകപ്പെടുന്നത് ആ വ്യക്തിയുടെ പേരിൽ ആ നിയമം അറിയപ്പെടും. ഉദാഹരണം, മോശയുടെ കാലത്തെ ന്യായപ്രമാണം നമ്മളെല്ലാവരും പറയുന്നു, തിരുവഴുത്തിൽ ഇതുകൊണ്ട് മോശയുടെ ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടല്ലയോ? അപ്പൊ മോശയുടെ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ എന്തുവാ? മോശ എന്ന ന്യായപ്രമാണം കൊടുത്തത് അല്ല. മോശ ന്യായപ്രമാണം ഒന്നും കൊണ്ടുവന്നില്ല. മോശ ദൈവം സീനായി മലയിൽ വിളിച്ച് 40 ദിവസം അവിടെ ഇരുന്ന് ദൈവം കൊടുത്തായ കൽപ്പനയാണ് മോശയുടെ പക്കൽ. മോശ അതുകൊണ്ട് ജനത്തിന് കൊടുത്തു. ഇതല്ലേ?
അപ്പം ആ മോശ മുഖാന്തരം നൽകപ്പെട്ട നിയമത്തെ, ന്യായപ്രമാണത്തെ, മോശയുടെ ന്യായപ്രമാണം എന്ന പേരിൽ പഴയ നിയമത്തിൽ ഉടനീളം കാണുന്നു, പുതിയ നിയമത്തിൽ നിന്നും വായിക്കുന്നുണ്ട് ആ പേര്. അപ്പോൾ ദൈവം ഒരു കൽപ്പന മനുഷ്യർക്ക് കൊടുക്കുമ്പോൾ ആര് മുഖാന്തരം കൊടുക്കുന്നുവോ ആ വ്യക്തിയുടെ പേരിൽ ആ നിയമം, ആ വ്യവസ്ഥ അറിയപ്പെടും. ഇപ്പൊ മോശയുടെ ന്യായപ്രമാണം അങ്ങനെ വന്നതാണ്. 2, യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചു. മുമ്പേ നമ്മൾ കേട്ടു യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നാണ് എന്നുള്ളത്. അപ്പൊ സ്നാനപ്പെടുത്താൻ എന്നെ അയച്ചവൻ എന്നോടൊന്ന് യോഹന്നാൻ പറയുന്നതായിട്ട് സുവിശേഷത്തിലുണ്ട്, യോഹന്നാന്റെ സുവിശേഷത്തില്. അപ്പൊ യോഹന്നാനെ ദൈവം സ്നാനപ്പെടുത്താനായിട്ട് അയച്ചു. ആ യോഹന്നാന്റെ സ്നാനം നാം അറിയപ്പെടുന്ന യോഹന്നാന്റെ സ്നാനം എന്ന പേരില. യോഹന്നാൻ എങ്ങൊന്നും സ്നാനം കൊണ്ടൊന്നല്ല. യോഹന്നാൻ തന്നെ പറയുന്നു, സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്. അപ്പൊ യോഹന്നാനെ ദൈവം അയച്ചത് മാനസാന്തരത്തിലേക്ക് നടത്തുവാനുള്ള സ്നാനം നടത്തുവാനാ. അപ്പൊ ആ സ്നാനം യോഹന്നാന്റെ സ്നാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ 2 ഉദാഹരണം നാം കണ്ടു. 1 മോശയുടെ ന്യായപ്രമാണം, 2 യോഹന്നാന്റെ സ്നാനം. ഇനി 3ാമത് ക്രിസ്ത്യ സഭയ്ക്ക് നൽകിയ സ്നാനം. കർത്താവായ യേശു ക്രിസ്തു ആണ് ഈ കൽപ്പന തന്നല്ലേ. കർത്താവായ യേശു ക്രിസ്തു വേറെ ആരുടെയും മുഖാന്തരം തന്നതല്ല, ആരുടെയും ത്രൂവിൽ നൽകിയില്ല. ശിഷ്യന്മാരോട് നേരിട്ട് കർത്താവ് തന്നെ കൽപ്പന തന്നാണ്, നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവീൻ എന്ന്. അപ്പൊ ഇത് കർത്താവ് തന്നെ തന്ന കൽപ്പനയായതുകൊണ്ട് ഈ സ്നാനത്തിന്റെ കൽപ്പന കർത്താവിന്റെ പേരിൽ അറിയപ്പെടുന്നു. ആയതിനാൽ ആദ്യകാലത്ത് സഭയിൽ വിശ്വാസത്തിൽ വന്നിട്ട് സ്നാനപ്പെടുത്തപ്പോൾ ഈ കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് അവർ പറയാൻ കാരണമുണ്ട്. കാരണം കർത്താവ് തന്ന കൽപ്പന പ്രകാരം നടത്തുന്ന സ്നാനമായതുകൊണ്ട് കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം നമ്മുടെ പേര് പറഞ്ഞു. 1, 2 അങ്ങനെ നടത്താനൊരു കാരണമുണ്ട്. കാരണം യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് വിശ്വാസികളെ അനേകരെ കൈക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും, യേശു ഭൂമിയിലായിരിക്കുമ്പോഴും, യേശു പോയി കഴിഞ്ഞിട്ടും യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ നടന്നുകൊണ്ടിരുന്നു. യോഹന്നാന്റെ ആ ശുശ്രൂഷ പിന്നെയും നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ യോഹന്നാന്റെ ആ സ്നാനവും ദൈവസഭയ്ക്ക് ദൈവം കൊടുത്ത സ്നാനവും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറയപ്പെട്ടത്. അപ്പൊ യോഹന്നാന്റെ സ്നാനം പിന്നെയും തുടർന്നുകൊണ്ടിരുന്നോ എന്നുള്ളതിന് തെളിവ് അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ ഒരു അപ്പല്ലോസിനെ നാം കാണുന്നുണ്ട്. അപ്പല്ലോസ് സുവിശേഷം പറഞ്ഞ് എഫേസോസിലെത്തി. അവിടെ 12 വിശ്വാസികളുണ്ടായിരുന്നു. അവര് സ്നാനപ്പെട്ടവരായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് അവരോട് ചോദിച്ചു, നിങ്ങളേറ്റ സ്നാനം ഏത്? അവർ പറഞ്ഞു, ഞങ്ങളേറ്റ സ്നാനം യോഹന്നാന്റെ സ്നാനം. അപ്പോൾ ആ സ്നാനവും യേശുക്രിസ്തുവിന് ശേഷവും, യോഹന്നാൻ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നല്ലോ, എന്നാലും യോഹന്നാന്റെ ആ സുവിശേഷം, യോഹന്നാന്റെ ആ സ്നാന ശുശ്രൂഷ പിന്നെയും നടന്നുകൊണ്ടിരുന്നു. അപ്പൊ ഈ 2 സ്നാനവും തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടിയാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന പേര് നൽകിയിരിക്കുന്നത്. അതേസമയം അവർ സ്നാനപ്പെട്ടത് കർത്താവ് കൊടുത്ത കൽപ്പന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെയാണ്. സഭ സ്ഥാപിക്കപ്പെട്ട നാൾ മുതൽ ഇന്നുവരെയും അങ്ങനെ നടക്കും. സഭ മേഘത്തിൽ എടുക്കപ്പെടുന്നവരെയും അങ്ങനെ തന്നെ ആയിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ സത്യമായ സ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ് യഥാർത്ഥവും സത്യവുമായ സ്നാനം. അപ്പം 1 സെക്കൻഡ് പാസ്റ്റർ. അപ്പം യോഹന്നാന്റെ മാനസാന്തര സ്നാനത്തിന് വാലിഡിറ്റി ഉണ്ടോ ഇപ്പം? ഇല്ല. അത് അപ്പോൾ ഈ കൃപായുഗത്തിൽ ഇനി 2 സ്നാനത്തിന്റെ കാര്യം മാത്രമേ ഇനി നമുക്ക് വിഷയമുള്ളൂ. ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം ഇതാണ്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനപ്പെടുത്തണമോ, അതോ കൽപ്പന പ്രമാണിക്കുക എന്ന് പറയുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അത് കേൾവിക്കാരായിരിക്കുന്ന മറ്റു സഹോദരങ്ങൾ ചോദിക്കട്ടെ. നിങ്ങൾക്ക് ചോദിക്കാം പ്ലീസ്. എനിക്ക് ചോദിക്കാനുള്ളത് പാസ്റ്ററെ, നമ്മള് മത്തായിയുടെ സുവിശേഷം അതിന്റെ 28-ാമത്തെ അധ്യായത്തിലാണല്ലോ ഈ കൽപ്പന കാണുന്നത്. മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം, അല്ലെങ്കിൽ മത്തായിയുടെ മൊത്തം ആ ഒരു എഴുത്തെന്ന് പറയുന്നത് മത്തായിയുടെ ഒരു സാക്ഷ്യമാണ്. നമ്മൾ കൊരിന്ത്യരിൽ വായിക്കുന്നുണ്ട്, പൗലോസ് പ്രത്യേകം പറയുന്നുണ്ട്, എന്തും 1, 2 സാക്ഷികൾ എന്ന് വെച്ചാൽ 2 സാക്ഷികൾ 2, 3 സാക്ഷികൾ കൊണ്ട് ഉറപ്പിക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഈ മത്തായി പറഞ്ഞ കാര്യം ഒരു സാക്ഷ്യമാണ്. വേറെ ഒരു സാക്ഷ്യം നമുക്ക്
കൂട്ടിച്ചേർക്കാനുണ്ടോ? ഒരു സാക്ഷ്യം, മത്തായിയുടെ സാക്ഷ്യമല്ലാതെ വേറെ ഏതെങ്കിലും സാക്ഷ്യം നമുക്ക് ഇതിനകത്ത് സ്നാനത്തെ പറ്റി വിഷയത്തിൽ കൂട്ടിച്ചേർക്കാനുണ്ടോ? ഒരു ഉപദേശം സ്ഥാപിക്കുമ്പോൾ ഒരു വിറ്റ്നസ് എങ്കിലും വേണമല്ലോ നമുക്ക്. നല്ലൊരു ചോദ്യമാണ്. 3 സാക്ഷ്യങ്ങളാ, 2 അല്ലെ 3 സാക്ഷ്യങ്ങളാണ് ദൈവത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെ കാണുന്നത്. 2 അല്ലെ 3. പക്ഷേ അവിടെ 11 ശിഷ്യന്മാരായിരിക്കുന്നത്. ആ 11 ശിഷ്യന്മാരോടായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2-ന് പകരം 3-ന് പകരം 11 പേരുടെ സാക്ഷ്യമുണ്ട്. ആ 11 പേരുടെ സാക്ഷ്യത്തെ മുൻകൈക്കൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കോരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ വചനത്തിൽ മായം ചേർക്കുന്ന മറ്റനേകരെ പോലെ അല്ല, ക്രിസ്തു യേശുവിൽ നിന്ന് പ്രാപിച്ച സത്യങ്ങളെ അതുപോലെ പറയുന്നവരാണെന്ന് പറഞ്ഞത്. അപ്പോൾ 11 പേരുടെ സാക്ഷ്യമാണെങ്കിലും നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത്. നമ്മൾ കാണുന്ന 11 പേരുടെ സാക്ഷ്യമാണ് അപ്പോസ്തല പ്രവൃത്തി കാണുന്നത്. അപ്പൊ 11 പേരുടെ സാക്ഷ്യവും പറയുന്നത് അവര് കർത്താവിന്റെ നാമത്തിലാണ്. അത് ചിലയിടത്ത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലും ചിലയിടത്ത് കർത്താവിന്റെ നാമത്തിലും പക്ഷെ ഒരു നാമത്തിന്റെ കാര്യമേ അവര് പറയുന്നുള്ളൂ. അപ്പം അവിടെ നോക്കിയാലും ഒരു നാമേ ഉള്ളൂ. പിന്നെ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ നോക്കുമ്പോൾ മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി ലോകത്തിന്റെ എല്ലാ ഭാഗത്തിലേക്കും കടന്നു പോകുക. അത് ആരുടെ നാമത്തിലാണ്? മശിഹായുടെ നാമത്തിലാന്ന് പറയുന്നത്. അപ്പൊ അതും ഒരു സാക്ഷ്യമാണ്, ലൂക്കോസിന്റെ സാക്ഷ്യമാണ്. അവിടെ പറയുന്നു, അത് ഈ മശിഹ തന്നെ പറയുന്നു, മാനസാന്തരവും പാപമോചനവും മശിഹായുടെ നാമത്തിൽ, അവന്റെ നാമത്തിൽ എന്ന് പറയുന്നു. അപ്പൊ ഇത് 2-3 സാക്ഷ്യങ്ങൾ നമ്മൾ ചേർത്ത് നോക്കുമ്പം 3 അല്ല 11 പേരുടെ സാക്ഷ്യം നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ ചേർത്ത് നോക്കുമ്പം എങ്ങനെയാണ് നമുക്ക് ഒരു സാക്ഷ്യം മാത്രം എടുത്ത് ഉപദേശം സ്ഥാപിച്ചതെന്നാണ് നമ്മുടെ കൺഫ്യൂഷൻ. കർത്താവ് തന്ന ഉപദേശമാണോ അതോ വേറെ ആരും പറഞ്ഞതായ സാക്ഷ്യമാണോ നമുക്ക് മുൻതൂക്കം? കർത്താവ് പറഞ്ഞ കൽപ്പന, കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതും സാക്ഷ്യപ്പെടുത്തുന്നത് മത്തായി തന്നെ. കർത്താവ് പറഞ്ഞെന്നു എന്ന് പറഞ്ഞ് ലൂക്കോസ് സാക്ഷ്യപ്പെടുത്തുന്നു അവന്റെ നാമത്തിൽ, അതായത് മശിഹായുടെ നാമത്തിൽ എന്ന് കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങി ലോകത്തിലേക്കെല്ലാം, അതും കർത്താവ് പറഞ്ഞ കാര്യമാണ്. അത് ലൂക്കോസിന്റെ സാക്ഷ്യമാണ്. പിന്നെ പാസ്റ്റർ പറഞ്ഞ മാതിരി 11 പേരുടെ സാക്ഷ്യം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. അവരും പറയുന്ന സാക്ഷ്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൽപ്പനയുടെ ആ ഭാഗം പാസ്റ്റർ പറഞ്ഞ മാതിരി മറ്റേ ഒരു കൊടുക്കുന്ന ആളുടെ നാമത്തിലായിരുന്നുവെങ്കിൽ കർത്താവിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പോയി സ്നാനം കൊടുക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാനം കൊടുക്കാൻ മാത്രം പറഞ്ഞാൽ മതി, മാനസാന്തരത്തിന് വേണ്ടി സ്നാനം കൊടുക്കാൻ പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ അവിടെ പറയുന്നത് നിങ്ങൾ പോയി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പോയി സ്നാനം കൊടുക്കാനാണ് അവിടെ കൽപ്പിക്കുന്നത്. പിന്നെ അവർക്ക് അതിനുള്ള ഉപദേശവും കൊടുക്കുന്നുണ്ട്. ഉപദേശം നമുക്ക് അവിടെ കാണുന്നില്ല. പക്ഷെ ഉപദേശം നമ്മൾ സ്ഥാപിക്കേണ്ടത് 2-3 സാക്ഷ്യം കൊണ്ടാണ്. അപ്പൊ അതും നമുക്ക് വേറൊരു എടുത്ത് കാണാനില്ല. ഒരു വാക്യം എടുത്തുകൊണ്ടാണ് ഉപദേശം സ്ഥാപിച്ചതെന്നുള്ള ഒരു കൺഫ്യൂഷനാണ് നമുക്ക് ഉള്ളത്. മറ്റൊടത്ത് നമുക്ക് വേറെ സാക്ഷ്യങ്ങളുണ്ട്. പക്ഷെ ആ സാക്ഷ്യങ്ങളെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ? നമ്മള് ഈ കാര്യങ്ങൾ ഒരു വാക്യത്തെ ഒരിടത്തെ മാത്രം കണ്ടല്ല ഉപദേശം സ്ഥാപിക്കുന്നത്. ഒരു ഉപദേശം സ്ഥാപിക്കാൻ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതും പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? അപ്പൊ ശിഷ്യന്മാര് പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി അവർ ചെയ്തിട്ടുണ്ടോ? അവർ ചെയ്താട്ടല്ല ഞാൻ പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, വചനത്തിൽ മായം ചേർക്കുന്ന അനേകരെ പോലെ അല്ല, ക്രിസ്തു യേശുവിൽ ഞങ്ങൾ പ്രാപിച്ച ഉപദേശം അതുപോലെ തന്നെ നല്ല മനസാക്ഷിയോടെ നിവർത്തിച്ചിരിക്കുന്നുവെന്ന് പൗലോസ് വാക്യം വായിപ്പിക്കണം. 2 അതെനിക്കറിയാം, അവര് ചെയ്തത് ശരിയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. പക്ഷെ അവർ ചെയ്ത സാക്ഷ്യത്തിനകത്ത് ഒരിടത്തും അവർ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു പ്രവൃത്തിയും അവർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് അവർ ചെയ്തത് ആകുന്നതെന്നാണ് എനിക്കുള്ള സംശയം. പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നില്ല. ഒന്നുള്ളത്, ഈ മത്തായിയുടെ സുവിശേഷത്തിൽ 11 ശിഷ്യന്മാരിയ്ക്കുമ്പോൾ ആ കൂട്ടത്തിൽ പൗലോസ് ഇല്ല എന്ന് ശ്രദ്ധിക്കണം. ഇനി സഹോദരൻ പറഞ്ഞ ആ അടുത്തേക്ക് വരികയാണ്. സ്നാനപ്പെട്ടത് അനാനാസിന്റെ കൈക്കീഴാണെന്നല്ലോ. അനാനാസും സ്നാനപ്പെടുത്തുന്നത് കർത്താവിന്റെ നാമത്തിലാണ് പറയുന്നത്. നിന്റെ കർത്താവിന്റെ നാമം എടുത്ത് നിന്റെ പാപങ്ങളെ കഴുകിക്കളയാനാ പറയുന്നത്. അപ്പം അവിടെയും നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ കാണുന്നത് പൗലോസ് സ്നാനമെടുത്തതും കർത്താവിന്റെ നാമത്തിൽ തന്നെയാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, കർത്താവിന്റെ നാമത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഉപദേശം, ഒരു നിയമം ദൈവം നൽകുമ്പോൾ ആരുടെ ത്രൂവിൽ തരുമോ
ആ വ്യക്തിയുടെ പേരിലാണ് അറിയുന്നത്. ഞാൻ അതിനാ 2-3 ഉദാഹരണം നേരത്തെ പറഞ്ഞത്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവും ഈ സഭയ്ക്ക് കൽപ്പന തന്നുമ്പോൾ കർത്താവ് തന്നെ നേരിട്ട് തന്നതുകൊണ്ട് കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പേര്. അതിന് വ്യത്യാസം അങ്ങനെ പറയാൻ കാരണം എന്തെന്നും ഞാൻ പറഞ്ഞു. കാരണം ഇതിന് ശേഷവും യോഹന്നാന്റെ സ്നാനം നിലവിൽ നിന്നും. ഞാൻ ഉദാഹരണം പറഞ്ഞു, അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിൽ അവിടെ എഫേസോസിൽ 12 പേരുണ്ടായിരുന്നു, അവർ സ്നാനപ്പെട്ടില്ല. അപ്പൊ തെറ്റിക്കുവാണല്ലേ? ഇപ്പൊ നമ്മളിപ്പോ കൽപ്പന കാണുമ്പോ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കൊടുത്ത് ശിഷ്യന്മാരാക്കിക്കൊള്ളാന്ന കൽപ്പന. അപ്പം അപ്പോസ്തലന്മാർ കൽപ്പന തെറ്റിച്ചെന്ന് വരത്തില്ലേ? അപ്പൊ അപ്പോസ്തലന്മാർ തെറ്റിച്ചിട്ടില്ല. അപ്പോസ്തലന്മാർ നടത്തിയത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവിടെ എഴുതിയത് തെറ്റിച്ചില്ലാന്നാണോ അതോ തെറ്റിച്ചില്ലാന്ന് നമ്മളെ ഊഹിക്കുകയാണ്? എനിക്ക് ഊഹിക്കുന്നതാണ്. കേൾക്കണം, അതാ ഞാൻ പറഞ്ഞത്. അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങള് മറ്റുള്ളവരെ പോലെ വരുന്നതിൽ മായം ചേർക്കുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം കർത്താവ് പറഞ്ഞത് അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്തവരാ. എന്നാൽ ഈ പേര് പറയുന്നത് പ്രവൃത്തിയിൽ അത് കാണാനില്ല. നമുക്ക് പ്രവൃത്തിയിൽ അവര് പറയുന്നത് വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും ഈ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുക എന്നാണ് അവര് പറയുന്നത്. അപ്പോൾ വാക്കിനാലും ക്രിയയാലും എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ചെയ്ത സകല ക്രിയകളും അവർ ചെയ്തത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണെന്നാണ് പൗലോസ് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം കൽപ്പന പാലിച്ചു. ഇപ്പൊ സഹോദരൻ കോട്ട് ചെയ്ത വാക്യം സ്നാനത്തോട് ബന്ധപ്പെട്ടല്ല പറഞ്ഞത്, വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞൊരു വാക്യമാണ്. വാക്കിനാലും ക്രിയയാലും എന്നുള്ളത്. അത് സ്നാനം അവിടെ വരുന്നില്ല, സ്നാനത്തെ കൊണ്ട് ബന്ധപ്പെട്ടല്ല പറഞ്ഞത്. സ്നാനം ഒരു ക്രിയയാണ്. എന്ത് ചെയ്താലും യേശു ക്രിസ്തുവിന്റെ പറയുമ്പോൾ സ്നാനം ഉൾപ്പെടത്തില്ലെന്നാണ് പറയുന്നത്. സ്നാനം ഒരു ക്രിയയാണ്, ശരിയാണ്. പക്ഷെ പൗലോസ് പറഞ്ഞ വിഷയത്തിൽ സ്നാനത്തോട് ബന്ധപ്പെട്ടല്ല, വേറൊരു വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. നമ്മൾ എന്ത് ചെയ്താലും വചനത്താലോ ക്രിയയാലോ അത് കർത്താവിന്റെ മഹത്വത്തിന് വേണ്ടി ആയിരിക്കും എന്ന് പറഞ്ഞു. അവിടെ സ്നാനം വരുന്നില്ല, സ്നാനത്തെ കൂടെ ഉദ്ദേശമല്ല, വേറെ സന്ദർഭത്തിൽ. Brother Wilson, just our brother Simon asked some questions. Yeah. Brother Simon. Okay. Pastor, എന്റെ ചോദ്യം, പാസ്റ്റർ പറഞ്ഞു ആ സമയത്ത് യോഹന്നാന്റെ സ്നാനം ഉണ്ടായിരുന്നു, അങ്ങനെ തന്നെ യേശു ക്രിസ്തു പറഞ്ഞ സ്നാനം ഉണ്ടായിരുന്നു, അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണെന്ന് പറയുന്നു. അപ്പൊ എന്റെ ചോദ്യം, മോശയുടെ സമയത്ത് ന്യായപ്രമാണം കൊടുത്തപ്പോ മോശയുടെ നാമത്തിലുള്ള ന്യായപ്രമാണം എന്നാണോ അത് പറഞ്ഞുകൊണ്ടിരുന്നത്? യോഹന്നാൻ പെടുത്തിക്കൊണ്ടിരുന്നപ്പോ യോഹന്നാന്റെ നാമത്തിലുള്ള സ്നാനം എന്നാണോ അതിന് പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ നാമം എന്നുള്ള കാര്യം അത് യേശു ക്രിസ്തുവിന്റെ സ്നാനത്തിന്റെ കാര്യം പറയുമ്പോൾ മാത്രമേ ഉള്ളൂ യേശുവിന്റെ നാമത്തിൽ സ്നാനം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ യേശു പറഞ്ഞ സ്നാനമായിരുന്നെങ്കിൽ യേശു സ്നാനം എന്ന് പറഞ്ഞു തന്നെ. ഓക്കെ, അപ്പൊ അതാണ് എന്റെ ചോദ്യം. അപ്പൊ അതെങ്ങനെയാണ് യേശു സ്നാനം എന്ന് പറയേണ്ട സ്ഥലത്ത് യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വ്യക്തമാണ്, നാമത്തിൽ തന്നെ ആ സ്നാനപ്പെടേണ്ടത്. അല്ലെങ്കിൽ യോഹന്നാൻ സ്നാനത്തിന് ഒരിക്കലും യോഹന്നാന്റെ നാമത്തിലുള്ള സ്നാനം എന്നല്ല പറഞ്ഞിരിക്കുന്നത്. നമ്മള് ഒന്നാമത്തെ കാര്യം, ഒരു കാര്യം ആ വാചകത്തിൽ എഴുതുന്നതായ ആ ചില എഴുത്തുകാരുടെ എഴുത്ത് ഉണ്ടല്ലോ, അതിലെല്ലാം നാം ശ്രദ്ധിക്കേണ്ട ഒന്ന്. 2, ഒരു ചിന്ത മനസ്സിൽ വന്ന് മാഞ്ഞു പോയി, ഒന്ന് ഓർത്തോട്ടെ. യേശുവിന്റെ നാമത്തിൽ മാത്രം സ്നാനപ്പെടുത്താനായിരുന്നെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയാണ് യേശു കർത്താവ് പറഞ്ഞ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവീൻ എന്ന കൽപ്പന എന്തിനാണ് കൊടുത്തത്? ഓക്കെ, എന്റെ ചോദ്യം അതിനകത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം പാസ്റ്റർ പറയുന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമങ്ങൾ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്, നാമത്തിൽ. ഓക്കെ, അപ്പൊ ഒരു നാമമാണ് ഉള്ളത്. ഓക്കെ, അപ്പം ദൈവം ഒരുവനാണ്. ദൈവം ഒരുവനാകുമ്പോൾ 3 നാമത്തിൽ നാമങ്ങൾ എന്ന് പറയാൻ ഒക്കത്തില്ല. ദൈവം ഒരുവനാണ്. ആ ദൈവം ത്രിയേകനാണ്. ത്രീ ആണെങ്കിൽ പിന്നെ പാസ്റ്റർ, 3 ആണെങ്കിൽ പിന്നെ എങ്ങനെയാ ഏകനാവുന്നത്? അതെ, ത്രിത്വം വേറൊരു വിഷയമാ, അവിടേക്ക് പോകണമെങ്കിൽ. അല്ലല്ല, ഞാൻ ഇപ്പൊ ഈ പിതാവിന്റെ പുത്രന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് വരണം. എന്താ പറഞ്ഞാൽ ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പാസ്റ്റർ പ്രകാരം അവര് 3 വ്യക്തികളാണെന്നാണോ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. ഓക്കെ, അങ്ങനെ അവരെ 3 വ്യക്തികൾ എങ്ങനെയാവുന്നത്? അവരെങ്ങനെ 3 ശരീരങ്ങളാണോ അതോ 3 ആത്മാക്കളാണോ? അത് എങ്ങനെ ഈ 3 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വന്നിരിക്കുന്നത്? ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് 3 are 1 in 3, 3 in 1.
അല്ല അതെങ്ങനെ എന്ന് പറഞ്ഞാൽ ഇപ്പം പാസ്റ്ററും ഞാനും രണ്ട് വ്യക്തികളാവുന്നതെന്ന് പറഞ്ഞാൽ പാസ്റ്ററിന് ഒരു ശരീരമുണ്ട്, ഓക്കെ, പാസ്റ്ററിന് ഒരു പേരുണ്ട്, പാസ്റ്ററിന് ഒരു ആത്മാവുണ്ട്. അപ്പൊ ഞാനൊരു ശരീരമുണ്ട്, എനിക്കൊരു ആത്മാവുണ്ട്. അപ്പം ഈ ത്രിയേക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവര് എങ്ങനെയാണ് മൂന്നാവുന്നത്? ഇവർക്ക് 3 ശരീരങ്ങളുണ്ടോ അതോ 3 ആത്മാക്കളാണോ? ഞാൻ അത് നല്ലതായിട്ട് ഒന്ന് സഹോദരനെ കൊണ്ട്, സഹോദരന്റെ പേരെന്തുവാ? സൈമൺ. സൈമൻ. സൈമൻ എന്ന സഹോദരൻ ഫിസിക്കലി യു ആർ വൺ അല്ലേ? ശാരീരികമായി ഞാനൊരു പിതാവാണ്, ഞാനൊരു പുത്രനാണ്. അപ്പം എനിക്ക് സൈമൻ എന്ന സഹോദരൻ ഒരാളാണല്ലേ? ആണ്. ബട്ട് ഇൻ യു there are 3 factors. സൈമൻ എന്ന വ്യക്തിയിൽ 3 ഘടകങ്ങളുണ്ടല്ലേ? പക്ഷെ ഞാൻ ത്രിയേകനല്ലല്ലോ. ഞാൻ ചോദിക്കൽ കേട്ട് ശ്രദ്ധിച്ച് കേട്ടേ. സൈമൻ എന്ന ഏക സഹോദരൻ 3 ഘടകങ്ങളാൽ ഏകനായിരിക്കുന്നതാണല്ലേ? ശരീരം, പ്രാണൻ, ആത്മാവ്. അല്ലെങ്കിൽ നാം വേറെ ഭാഷ പറഞ്ഞ ദേഹം, ദേഹി, ആത്മാവ്. അപ്പൊ ഈ വെയിറ്റ് ശ്രദ്ധിച്ച് കേട്ടിട്ട്, ഈ 3 ഘടകങ്ങളുടെയും പ്രവൃത്തി വേറെ വേറെ അല്ലേ? മറ്റേ ഇൻ സെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ഉം ഒന്ന് ജഡമാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംസവും രക്തമാണ്. ഞാൻ ചോദിച്ച കേട്ടേ, ശ്രദ്ധിച്ച് കേട്ടേ. 3 ഘടകങ്ങളും പ്രവൃത്തി വേറെ വേറെയാണ്, പക്ഷെ 3 ഒന്നാ. ഞാൻ മുഴുവൻ പറഞ്ഞിട്ട്, എന്നാലും വ്യക്തി ഒന്നല്ലേ? ഞാൻ വ്യക്തിയുടെ കാര്യം സംസാരിക്കുന്നത്. ഞാൻ പറയാൻ വരുന്നത് അവിടെ തന്നെയാ. സൈമൻ മുഴുവൻ കേട്ടിട്ടേ പറയാവേ, മുഴുവൻ കേക്ക്. സൈമൻ എന്ന സഹോദരൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ശരീരം മാത്രം കൊണ്ട് സൈമൻ ആകുകയില്ല, ആകുമോ? ഇല്ല, ഡെഡ് ബോഡി, ശരീരം, ആത്മാവ് പോയി കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ബോഡി എന്നേ പറയത്തുള്ളൂ. അതാ ഞാൻ പറയാൻ വരുന്നത്. അപ്പം ഈ 3ന്റെ പ്രവൃത്തി 3ആണ്, പക്ഷെ 3 ഒന്നിച്ച് നിന്നെങ്കിൽ സൈമൻ എന്ന, അല്ലെങ്കിൽ ഈ പാഷ ജോർജ് എന്ന നാം ഇത്രയും പേര് 5 പേര് ഇവിടെ ഇരിക്കുന്നു. ഈ 5 പേര് നമ്മൾ വ്യക്തികളായി മുഴുവൻ കേൾക്കണേ. ഈ 5 വ്യക്തികളും ഇവിടെ ഇരിക്കുന്നത് നമ്മിൽ ഓരോരുത്തരിലും അവർക്ക് 3 ഘടകങ്ങൾ പ്രത്യേകമാണ്. ഈ 3 ഘടകങ്ങളുടെയും പ്രവർത്തനവും വ്യത്യസ്തമാണ്. ശരീരം ഉണ്ടെങ്കിൽ അകത്തിരിക്കുന്ന ആത്മാവിന് നടക്കാനൊക്കത്തുള്ളൂ, അകത്തിരിക്കുന്ന പ്രാണന് നമുക്ക് ബുദ്ധി പറഞ്ഞു തരാനൊക്കത്തുള്ളൂ. ശരീരമില്ലാണ്ട് പ്രാണന് പ്രവർത്തിക്കാനൊക്കത്തില്ല, ആത്മാവിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. ആത്മാവും പ്രാണനും ഇല്ലാതെ ശരീരം പ്രവർത്തിക്കത്തില്ല. ഇതുപോലെ അതേസമയം സൈമൻ എന്ന സഹോദരൻ ജോർജ് എന്ന വ്യക്തി ഒരു വ്യക്തിയാ. ഒരു വ്യക്തിയിൽ 3 ഘടകങ്ങൾ ഒന്നിച്ചെങ്ങനെ വന്നു? അതുപോലെ തന്നെയാണ്. എന്റെ ഒരു ചോദ്യം ഞാൻ പറഞ്ഞില്ല. പിതാവായ ദൈവം പറയുന്നു ഉൽപ്പത്തി 1:26, നാം മനുഷ്യനെ നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ദാറ്റ്? നമ്മുടെ സ്വരൂപം, വാട്ട് ഈസ് ദാറ്റ്? നമ്മുടെ സ്വരൂപം അല്ലല്ല. ഇവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ 3 വ്യക്തികൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഇപ്പം പാസ്റ്റർ എന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം, ആത്മാവ്, ബോഡി, സോൾ, സ്പിരിറ്റ്, ഇത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ ഒരു വ്യക്തിയാണോ അതോ 3 വ്യക്തികളാണോ? അത് ക്ലിയർ ആക്കുക. ഒറ്റ വ്യക്തി. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ ദൈവം എങ്ങനെ 3 ആവുന്നത്? അതല്ല എന്റെ ചോദ്യം. എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ദൈവം 3 എങ്ങനെ ആവുന്നെന്നുള്ളതാണ്. 3 ശരീരമാണോ അതോ ബോഡി, സോൾ, സ്പിരിറ്റിനെ അത് 3 ആക്കി വെച്ചേക്കുവാന്നോ? അങ്ങനെ അതാ എന്റെ ചോദ്യം. ഇപ്പൊ നമ്മള് ഈ 3 വ്യക്തികളും കൂടെ ഒന്നിച്ചേർന്ന ഒരാളാണ് ദൈവം എന്ന് പറയുന്ന വ്യക്തി. അല്ല, വ്യക്തി എന്ന് പറയുമ്പോൾ വ്യക്തിത്വം എന്തുവാ? ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഉള്ളത്? എങ്ങനെയാ ഒരാളെ വ്യക്തി എന്ന് പറയുന്നത്? എന്നാ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവിക വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നു. മനുഷ്യൻ ഈസ് ഫിനൈറ്റ് ബീയിങ്, ഗോഡ് ഈസ് ഇൻഫിനിറ്റ് ബീയിങ്. ഫിനൈറ്റ് ബീയിങ്ങിനെ, ഇൻഫിനിറ്റ് ബീയിങ്ങിനെ മനസ്സിലാക്കാൻ അത്രത്തോളം നമുക്ക് അല്ല. ഇപ്പം ദൈവം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇൻഫൈനൈറ്റിൽ നിന്നും നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ദൈവത്തിന്റെ ഇമേജിലാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ദൈവത്തിന്റെ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ഇമേജ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു മിററിലോട്ട് 2 വാക്കാണ്. ഇമേജ്, ലൈക്ക്നെസ് അഥവാ സാദൃശ്യ, സ്വരൂപവും. അപ്പം നമ്മൾ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിററിൽ കാണുന്ന പോലെ തന്നെ ഒരു ഇമേജ്. അപ്പം ലൈക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്തുവാ? ലൈക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയുള്ളത്.
അപ്പൊ ഗോഡ് എങ്ങനെയാണോ ദൈവത്തിൽ 3 ത്രിത്വത്വം ഉള്ളത് കൊണ്ട് മനുഷ്യനെയും ദൈവം ത്രിത്വ സ്വഭാവത്തോടെയാണ് സൃഷ്ടിച്ചത്. അപ്പൊ നമ്മൾ 3 വ്യക്തികളാണോ? അപ്പൊ നമ്മൾ 3 വ്യക്തികളാണോ? ബ്രദർ സൈമൺ മാസ്റ്റർ ജോർജ്, ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് എന്ന് പറഞ്ഞ ബാപ്റ്റിസമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യന്റെ ഉത്തരം പറയാം, ഫൈനലാക്കാം. അതേ സംബന്ധിച്ച് ചോദിക്കാം. സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവ് എന്ന ടൈറ്റിൽ പെടുത്തണമോ, അതോ അപ്പോസ്തലന്മാർ കൽപ്പന കേട്ടവർ നടത്തിയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പെടുത്തണമോ? ഇതാണോ നമ്മൾ ഫൈനലായിട്ട് പറയേണ്ടതും അതിൽ നിന്നാണ് എനിക്ക് ഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നതും. മറ്റൊരു കാര്യം, തൃത്വ കാര്യങ്ങളെല്ലാം നമുക്ക് വേറെ ദിവസം നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ സ്നാനം എന്ന് പറയുന്ന വിഷയം മത്തായി 28:19. 1 സെക്കൻഡ് ജോർജ് ഭാഷ. മത്തായിയുടെ 28:19 കേട്ട ശിഷ്യന്മാര് എവിടെയെങ്കിലും ആർക്കെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എന്ന് ടൈറ്റിൽ സാധനം കൊടുത്തോ, അതോ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പറയുന്ന നാമത്തിൽ ആ കൽപ്പന പ്രമാണിച്ചോ? ഏതാണ് ഇത് രണ്ടിൽ കറക്റ്റ് ആയിട്ടുള്ള, ബിബ്ലിക്കൽ സെൻസിൽ കറക്റ്റ് ആയിട്ടുള്ള ഏതാന്ന് പറയുക? ഫൈനൽ പറയാ. ഫൈനൽ പറഞ്ഞതിന് ശേഷം ഈ സൗരന്മാർ ചോദിക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഫൈനൽ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്ന കൽപ്പനയ്ക്ക് മാറ്റം വരുത്താൻ മനുഷ്യർക്ക് അവകാശമില്ല. ആയതിനാൽ അപ്പോസ്തലന്മാർ മുതൽ ആദ്യപിതാക്കന്മാരെല്ലാവരും നടത്തിയ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവ് തന്ന കൽപ്പന പ്രകാരം തന്നെയാണ് സ്നാനം നടത്തിയത്. വാക്യം വേണം നമുക്ക്. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ചെയ്തതിന്റെ ഒരു വാക്യം, ഒരൊറ്റ വാക്യം മതിയല്ലോ. ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിന്റെ ഒരു വാക്യം മതി. അപ്പം സഹോദരനോട് ഞാൻ അതിന് ചോദ്യം ചോദിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തു ഒരു കൽപ്പന തന്നു. ആ കൽപ്പന പ്രമാണിക്കാത്ത സഹോദരന്മാർ എങ്ങനെയാ പറഞ്ഞു ഞങ്ങൾ കൽപ്പന ലംഘിക്കാത്തവരാണെന്ന് പറയാൻ കാരണം എന്ത്? 1 2 അവര് കറക്റ്റ് കൽപ്പനയാണ് ചെയ്തത്. അത് ഒരു വാക്കിനാൽ അല്ല അവര് ചെയ്തത്. അവര് ചിലപ്പം അവർക്ക് ചെയ്ത ഉപദേശങ്ങൾ, ഒന്ന് ഉപദേശം, രണ്ടാമത് പരിശുദ്ധാത്മാവ് വന്നപ്പോ അവർക്കുണ്ടായ വെളിപ്പാടനുസരിച്ചായിരിക്കണമെന്നാണ് എനിക്ക് അതിനകത്ത് പറയാനുള്ളത്. ബിക്കോസ് അവർക്ക് പരിശുദ്ധാത്മാവ് ആ പത്രോസ് സംസാരിച്ചതിന് തൊട്ടു മുമ്പെയാണ് പരിശുദ്ധാത്മാവ് വരികയും. എന്താന്ന് വെച്ചാൽ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ 3 വർഷം എന്റെ കൂടെ നടന്നിട്ടും നിങ്ങൾക്ക് പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിച്ചില്ലെന്ന് ഈ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വരുമ്പം നിങ്ങൾക്ക് പൂർണ്ണ സത്യം വെളിപ്പെടുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 14 പറയുന്നുണ്ട്. അപ്പം പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഉള്ളൂ അവർക്ക് പൂർണ്ണമായ വെളിപ്പാടുണ്ടാകുന്നതും. പിതാവ് പുത്രൻ എന്ന് പറയുന്നത് പുത്രൻ വെളിപ്പാടും, അതായത് ശരീരം. അതുകൊണ്ടാണല്ലോ പൗലോസ് പറയുന്നത് ഒരു ശരീരത്തിൽ ദൈവികത്വത്തിന്റെ സകല സമ്പൂർണത എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്ന ഒരൊറ്റ ശരീരവും ഒരൊറ്റ ആത്മാവുമാണെന്ന് പറയുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പം അവരെ സംബന്ധിച്ചോളം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവം, ആ ദൈവത്തിന്റെ നാമം യേശു ക്രിസ്തു എന്ന നാമമാണെന്ന് വെളിപ്പെട്ടത് കൊണ്ടല്ലായിരിക്കുമോ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പത്രോസും സകല ശിഷ്യന്മാരും ആ ദിവസം മുതൽ പ്രവൃത്തി ചെയ്തതെന്നാണ് നമ്മുടെ സംശയം. അങ്ങനെ വെളിപ്പെട്ടത്തോളം തെളിവേടാവുള്ളത്. ജോർജ് ഭാഷ 1 സെക്കൻഡ്. നിങ്ങളുടെ ഫൈനൽ പറഞ്ഞു കഴിഞ്ഞു. അത് നിങ്ങളുടെ ഫൈനൽ പറഞ്ഞു കഴിഞ്ഞു. ജോയി പാഷ ചോദിച്ച എന്തായാലും അതേപ്പറ്റി ഏതാ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിലായിരിക്കണമെന്ന് പാഷ പറഞ്ഞ അത് അവസാനിപ്പിച്ചു. ഇനി അടുത്ത ജോയി പാഷ അതേപ്പറ്റി പറയാം. അല്ല പക്ഷേ സൈമൺ ബ്രദറിന്റെ ചോദ്യം തീർന്നില്ല. സൈമൺ ബ്രദറിന് നമ്മൾ ഇടക്കിട്ട് പോയിട്ട് കാര്യമില്ല. അത് ഒരു പറഞ്ഞപ്പോ അത് ട്രിനിറ്റിയിലോട്ട് പോയി, ത്രിയേകം തൃത്വത്തിൽ പോയി. അത് വേണ്ട. എന്നാ സൈമൺ ബ്രദർ എനിക്ക് ചോദിക്കാനുള്ള ചോദിച്ചിട്ട് എന്റെ ചോദ്യം അവിടെ ട്രിനിറ്റിയിലോട്ട് എങ്ങനെ പോയിരിക്കുന്നത്? ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിനകത്ത് ഇപ്പം പാസ്റ്റർ പറഞ്ഞു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് അത് 3 വ്യക്തികളായതുകൊണ്ട് അത് 3 പേരാണ്. ഒന്നെന്ന് പറഞ്ഞാൽ പേര് എവിടെ എടുത്തത്? യേശു പറഞ്ഞത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം പിതാവിന് നാമം ഇല്ലയോ? ഇപ്പം ഞാൻ ഈ പാസ്റ്ററിനോട് ചോദിക്കുക, പാസ്റ്ററുടെ ഒരു ഫോം നിറയ്ക്കുക, നെയിം ഓഫ് ദ ഫാദർ എന്ന് അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ മറുപടി എന്തോ ഫാദർ എന്ന് എഴുതി വെക്കൂ. അല്ലെങ്കിൽ നെയിം ഓഫ് ദ സൺ എഴുതി വെക്കുമ്പോഴത്തെ സ്കൂളിൽ ഒരു ആപ്ലിക്കേഷൻ നിറയ്ക്കുക, നെയിം ഓഫ് ദ സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൺ എഴുതി വെക്കുവോ? അപ്പം നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നെയിം ആയിരിക്കണം, അല്ലാതെ നെയിം എന്ന് പറഞ്ഞാൽ ഫാദർ നെയിം അല്ല. ഫാദർ എന്ന് പറഞ്ഞാൽ കോമൺ നൗണാ.
ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ രീതിയിലും ഒരിക്കലും അല്ല. അതുമല്ല, പത്രോസ് വ്യക്തമായിട്ട് അപ്പോസ്തല പ്രവൃത്തി 2:38 പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണം, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന് ദാനം ലഭിക്കും. പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തി പറഞ്ഞേക്കുന്നത് ക്ലിയർ ആയിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുമല്ല, കർത്താവിന്റെ നാമം എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന്റെ നാമം എന്തോ യേശുക്രിസ്തു ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അവിടെ ബൈബിളിനകത്തുള്ള എല്ലാ വചനത്തിനകത്തും പൗലോസ് സ്നാനപ്പെട്ടേക്കുന്നതും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. അത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ, എണീറ്റ് നിന്റെ പാപങ്ങളെ കഴുകി കളയാൻ വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, യേശുവിന്റെ നാമം വിളിച്ചു പറഞ്ഞിട്ട് കഴുകി കളയാനാ പറഞ്ഞത്. അതുമല്ല, യേശുവിന്റെ നാമം വെച്ചേക്കുന്ന എന്തിനാ? പാപങ്ങളെ കഴുകി കളയാൻ, നിങ്ങളുടെ ജനങ്ങളുടെ പാപങ്ങളെ മോചിപ്പിക്കും, അതുകൊണ്ട് അവന്റെ പേര് യേശുക്രിസ്തു എന്ന് വെക്കണമെന്നാ പറഞ്ഞത്. അപ്പൊ ആ നാമത്തിന് പാപമോചനമുണ്ട്. ഓക്കെ. അപ്പൊ ആ നാമം വിളിക്കാതെ പോകുമ്പോഴത്തേക്ക് പാപമോചനം ഇല്ല. അപ്പം ഇപ്പൊ പാസ്റ്റർ പറഞ്ഞു അവര് 3 വ്യക്തികളാണെന്ന്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും നമ്മൾ ബോഡി, സോൾ, സ്പിരിറ്റിന്റെ കാര്യമൊക്കെ സംസാരിച്ചപ്പം നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. പാസ്റ്റർ ഒരു പിതാവാണ്, പാസ്റ്റർ ഒരു പുത്രനായിരുന്നു, പാസ്റ്റർ ഒരു ഭർത്താവാണ്, പാസ്റ്റർ ഒരു ആത്മാവാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് പാസ്റ്റർ 3 വ്യക്തി 4 വ്യക്തി എന്ന് നമുക്ക് പറയാനൊക്കെ? പാസ്റ്ററിന് ഒരു പേരേ ഉള്ളൂ. ദൈവം നമ്മളെ സൃഷ്ടിച്ചേക്കുന്ന ആ സ്വരൂപത്തിൽ തന്നെ. അപ്പം ദൈവം പിതാവെന്ന് എഴുതിയിട്ടുണ്ട്, പുത്രൻ എഴുതിയിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് എഴുതിയിട്ടുണ്ടെങ്കിൽ അവർ 3 വ്യക്തികളാണെന്ന് ഏത് വചനപ്രകാരമാണ് പാസ്റ്ററിന് മനസ്സിലാക്കുന്നത്? അത് ട്രിനിറ്റിയെ സംബന്ധിച്ച വിഷയമാണ്. അതിപ്പോ സംസാരിച്ചാൽ അല്ല പാസ്റ്റർ, അത് ബൈബിളിനകത്ത് ഇല്ലാത്ത സംഗതിയാണല്ലോ. അത് ബൈബിളിനകത്ത് ഇല്ലാത്ത സംഗതി. അപ്പം ഞങ്ങളുടെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുവിന്റെ ശിഷ്യന്മാര് എവിടെയെങ്കിലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ഇങ്ങനെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം പറഞ്ഞിട്ട്? ഞാന് യേശുവിന്റെ നാമം നിങ്ങൾ പറയുന്നു, യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടെന്ന് പറയുന്നു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പത്രോസ് പറഞ്ഞ പോലെ യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടാൻ പറഞ്ഞെന്ന് അല്ലേ? വായിച്ചിട്ടില്ലയോ? ഒരു വീട്ടുകാർക്ക് ശ്രദ്ധിച്ചിട്ട്, യേശു എന്നത് തന്നെ ഒരു നാമമല്ലേ? ആണ്. പിന്നെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോ 2 നാമം വരുന്നില്ലേ അവിടെ? യേശുവിന്റെ നാമം എന്തുവാ? ശ്രദ്ധിച്ച് കേൾക്കണം. യേശുവിന്റെ നാമം എന്ന് പറയുമ്പോൾ യേശു എന്നത് ഒരു നാമമാ അല്ലേ? യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ ആ നാമത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് കേട്ടേച്ച്. അപ്പൊ യേശു ഒരു നാമമായിരിക്കുമ്പോൾ ആ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ ആ നാമം ഏതാ? ചേട്ടാ, യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാസ്റ്ററിനോട് ഞാൻ പറയുക, ഓക്കെ, അപ്പുറത്തെ രാഘവന്റെ നാമത്തിലാണ് നമുക്ക് ഇവിടെ ഈ വീടിന്റെ പേര് വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രാഘവൻ എന്ന് പറഞ്ഞ പേരായി ഉപയോഗിക്കേണ്ടത്. അല്ല, യേശുവിന്റെ നാമം എന്ന് പറയുമ്പോ യേശു തന്നെ നാമം എന്ന് പറഞ്ഞാൽ യേശു തന്നെ. ഇപ്പൊ ഞാൻ പറയുക സൈമന്റെ നാമത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല, അത് കറക്റ്റ് ആയ സെന്റൻസ് അല്ല. ഓക്കെ. പക്ഷെ നമ്മൾ മൂന്നാമത്തെ വ്യക്തിയായിട്ടാ സംസാരിക്കുന്നത്. യേശു അവിടെ ഇല്ല. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയേണ്ടത് യേശുവിന്റെ നാമം എന്ന് തന്നെയാ പറയേണ്ടത്. യേശുവിന്റെ നാമം എന്ന് പറയും. യേശുവിൽ സ്നാനപ്പെടുന്ന പറഞ്ഞാൽ പോരായിരുന്നോ? യേശുവിന്റെ നാമം എന്തിനാ എടുക്കുന്നത്? യേശുവിൽ സ്നാനപ്പെടുന്ന പറഞ്ഞാൽ പോരാ? നാമത്തിൽ സ്നാനം കഴിപ്പിക്കാനാ പറയുന്ന കൽപ്പന. അപ്പം അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവിടെ സ്നാനം കഴിപ്പിക്കുന്ന പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, പിന്നെ കർത്താവ് എന്തിനാ ഈ പേര് പറഞ്ഞ പിതാവിന്റെയും പുത്രന്റെയും പരിശോധന നാമം എന്ന്? സ്ഥാനമാ പറഞ്ഞത്. സ്ഥാനം. പിതാവ് എന്ന് പറഞ്ഞ ദൈവം നമുക്കൊരു ദൈവം ഉള്ളത് പിതാവാണെന്ന് വചനം പറയുന്നുണ്ട്. പുത്രനായി വെളിപ്പെട്ടു എന്നും പറയുന്നുണ്ട്. ജനത്തിൽ വസിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഇത് 3 പദവികളാണ് ദൈവം വഹിച്ച. ഇവിടെ തൃത്വം എന്ന വിഷയം കൂടെ നമ്മൾ ഇന്റർമിങ്കിൾ ചെയ്യുന്നു. അത് ഇന്റർമിങ്കിൾ അല്ല. നാമത്തിന്റെ കാര്യം പറയുമ്പോൾ പദവിയുടെ കാര്യം തമ്മിൽ ഇന്റർമിങ്കിൾ ചെയ്യുന്നു. അതാണ് പ്രശ്നം. പദവികളും നാമവും തമ്മിൽ കൺഫ്യൂഷൻ ആകുന്നു. ഞാനും ചോദിക്കട്ടെ, ഇപ്പൊ ഈ വിഷയത്തോട് തന്നെ പറ്റ്, യേശു ക്രിസ്തു സ്നാനപ്പെട്ടത് എങ്ങനെയായിരുന്നു? യേശു ക്രിസ്തുവിന്റെ സ്നാനമാണോ നമ്മുടെ പുതിയ നിയമത്തിന്റെ സ്നാനം? അതെ, യേശു ക്രിസ്തു സ്നാനപ്പെട്ട അതേ സ്നാനം തന്നെയാണ് നമുക്ക് കർത്താവ് സ്നാനപ്പെട്ട മാതൃക കാണിച്ചു തന്നു. ആണോ? അപ്പം ഞാൻ വെള്ളത്താൽ സ്നാനം തരുന്നു, എന്നാൽ ഞാൻ കഴിഞ്ഞു വരുന്നവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കൊടുക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഞാൻ വെള്ളത്താൽ സ്നാനം കൊടുക്കുന്നു, ഞാൻ കഴിഞ്ഞു വരുന്നവൻ
ആത്മാവാൽ സ്നാനം കൊടുക്കുമെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പത്രോസ് പറയുന്നത് നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുമെന്ന് അവിടെ പറയുന്നുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ സ്നാനമാണ് യേശു ക്രിസ്തുവിന്റെ സ്നാനം. അപ്പൊ ആ സ്നാനത്തിന് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് മരിക്കുകയും അത് പാപത്തിന് പരിഹാരമായ മരണവും അതിന്റെ ഉയർപ്പും കഴിഞ്ഞിട്ടുള്ള ഒരു സ്നാനമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം. എന്താ വെച്ചാൽ പരിശുദ്ധാത്മാവ് വരണം. ആ വന്നു കഴിഞ്ഞിട്ടാണ് അവർക്ക് ആ പരിശുദ്ധാത്മാവാൽ വെളിപ്പെടുന്ന സ്നാനമാണ് അവർ ഏൽക്കേണ്ടത്. യേശു ക്രിസ്തുവിന്റെ സ്നാനം എങ്ങനെയാ ആ സ്നാനമാകുന്നത്? കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നു സ്നാനപ്പെടേണ്ട എങ്ങനെയാണെന്നുള്ളത്. അതിനുശേഷം കർത്താവ് വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവും മനുഷ്യരും തമ്മിൽ വ്യത്യാസമുണ്ട്. കർത്താവ് മനുഷ്യത്വത്തിൽ വന്നുവെങ്കിലും നമ്മളെപ്പോലെ ജീവിച്ചുവെങ്കിലും കർത്താവിന്റെ ജീവിതവും മനുഷ്യരുടെ ജീവിതവും രണ്ടും വ്യത്യസ്തമാണ്. ആണല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങൾ അതിനെ ആ സ്നാനം ഇപ്പൊ പാസ്റ്റർ എന്നല്ലേ പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ സ്നാനത്തിന്റെ കാര്യം എടുത്തിട്ടത്. ആ സ്നാനത്തെ പറ്റി നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. യേശു ക്രിസ്തുവിനോട് അപ്പോസ്തല പ്രവൃത്തി 19 പറയുന്നത് ഞങ്ങൾ യോഹന്നാന്റെ നാമത്തിൽ സ്നാനം ഏറ്റു എന്ന് അവര് പറയുന്ന ആ സ്നാനമല്ല ഇനി നിങ്ങൾ കഴിക്കേണ്ടത് പരിശുദ്ധാത്മാവിന്റെ സ്നാനം, അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കൊടുക്കുന്ന അവിടെ അപ്പോസ്തല പ്രവൃത്തി 19 പറയുന്നുണ്ടല്ലോ. അവിടെ വളരെ അത് വെള്ളത്തിലാണ് സ്നാനപ്പെട്ട. വെള്ളത്തിൽ സ്നാനപ്പെട്ട ശേഷമാണ് പിന്നെ ഒരു പരിശുദ്ധാഭിഷേകം പ്രാപിച്ചത്. അല്ല, പക്ഷെ അവിടെ വെള്ളത്തിൽ ജലസ്നാനം കൊടുക്കുന്നുണ്ട് പിന്നെ അവർ. അതെ അതെ, വെള്ളത്തിൽ ജലസ്നാനം ഒന്നേ ഉള്ളൂ. അതാ പറഞ്ഞ ഒരു സ്നാനം എടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വ്യത്യസ്തമായ യോഹന്നാന്റെ സ്നാനം എടുത്ത ജലസ്നാനം ആ ജലസ്നാനമായിരുന്നെങ്കിൽ അവരോട് പറയത്തില്ലല്ലോ പിന്നെ നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽക്കാൻ പറയത്തില്ലല്ലോ. അതവിടെ ഒരു തിരുത്തൽ സ്നാനമാണ് അവിടെ നടക്കുന്നത്. ക്രിസ്ത്യാനി സഭയുടെ സ്നാനവും യോഹന്നാന്റെ സ്നാനവും രണ്ടും രണ്ടാണ്. കറക്റ്റ്, അത് എഗ്രി. അപ്പം നമുക്കൊരു മാതൃകയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരുത്തൽ സ്നാനം നടത്തുമ്പം ആ തിരുത്തൽ സ്നാനത്തിലെങ്കിലും പറയണം നിങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം ഏൽപ്പാൻ പറയണം, അവിടെ കൽപ്പിക്കണം. അവിടെ ഒരു തിരുത്തൽ സ്നാനമാണ് അവിടെ നടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റ സ്നാനമല്ല സ്നാനം, യോഹന്നാന്റെ സ്നാനമല്ല കറക്റ്റ് ആയിട്ടുള്ള സ്നാനം. നിങ്ങൾ ഏൽക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനമാണെന്ന് അവിടെ അപ്പോസ്തലന്മാരെ സഹോദരന്മാരെ, നമുക്ക് വചനത്തിൽ അടിസ്ഥാനം മനസ്സിലാക്കാനുള്ളത് തത്വത്തിൽ ഇങ്ങനെയാണ്. കർത്താവ് നമുക്ക് കൽപ്പന തന്നത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധനാമത്തിൽ സ്നാനപ്പെടുക എന്നുള്ളതാണ്. അതാണ് കർത്താവിന്റെ കൽപ്പന. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി മുതൽ സഭയുടെ ആരംഭം മുതൽ ആ 3 പേര് പറഞ്ഞുള്ള നാമമില്ല എന്നുള്ളതാണ് ചോദ്യം വരുന്നത്, അല്ലേ? അവിടെ കർത്താവിന്റെ ഒരു പ്രവൃത്തിയില്ല ആ നാമത്തിൽ. അപ്പൊ അങ്ങനെ ഈ ലൂക്കോസ് ആണല്ലോ അപ്പോസ്തല പ്രവൃത്തി എഴുതിയത്. ലൂക്കോസ് ആണ് അപ്പോസ്തല പ്രവൃത്തി എഴുതുമ്പോൾ ലൂക്കോസ് എഴുതിയത് ആ നിലയിൽ നിന്നുകൊണ്ട് ഞാൻ മുമ്പേ ആദ്യം പറഞ്ഞുകൊണ്ട് യോഹന്നാന്റെ സ്നാനവും ഒന്ന് നിലനിൽപ്പുണ്ട്. ആ സ്നാനവും ക്രിസ്ത്യ സഭയുടെ സ്നാനവും തമ്മിൽ വ്യത്യാസം തിരിച്ചറിയാൻ വേണ്ടി യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം പറഞ്ഞു. പക്ഷെ സ്നാനപ്പെടുത്തത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ്. കാരണം കൂടെ കേൾക്കണം. കർത്താവ് പറഞ്ഞ കൽപ്പനയ്ക്ക് വിഘ്നം വരുത്തുവാൻ അപ്പോസ്തലന്മാർക്ക് സാധ്യമല്ല, ഒരു മനുഷ്യർക്ക് സാധ്യമല്ല. അങ്ങനെ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. പിന്നെ മനുഷ്യർക്ക് പലർക്കും തർക്കങ്ങൾക്കും വിതർക്കങ്ങൾക്കും വേണ്ടി കാര്യങ്ങൾ പറയാം എന്നേ ഉള്ളൂ. വാസ്തവത്തിൽ വചന അടിസ്ഥാനത്തിൽ എവിടെ ഇത് ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്ന് പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലുള്ള സ്നാനമാണ്. അപ്പൊ അതാ ഞാൻ മുമ്പേ ചോദിച്ചത്. അപ്പോസ്തല പ്രവൃത്തി തന്നെ വേറെ സ്നാനമുണ്ട്, ഒരു നാമവും പറയാ സ്നാനം. അപ്പൊ ആ സ്നാനം ശരിയാകുമോ? കർത്താവിന്റെ നാമത്തിലുള്ള സ്നാനം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കർത്താവിന്റെ നാമം അറിയത്തില്ല നമുക്ക്. കർത്താവിന്റെ നാമം ഞാൻ ആ മുമ്പേ ചോദിച്ചത്. കർത്താവിന്റെ നാമം ഏതാ? കർത്താവിന്റെ നാമം കർത്താവായ യേശു ക്രിസ്തുവാ. ആണോ? അവിടെ നാമം ഇല്ലല്ലോ. കർത്താവിന്റെ നാമം എന്ന് പറഞ്ഞ യേശുവിന്റെ നാമം ഇടാ വന്നേ. ചേട്ടാ, കർത്താവിന്റെ നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇപ്പൊ പറയാ കർത്താവ് എന്ന് പറഞ്ഞൊരു നാമമല്ല. അപ്പൊ പിതാവ് എന്ന് പറഞ്ഞ നാമമാണോ? പിതാവ് നാമമാണോ? ആ പിതാവിനെ വിളിക്കുന്നുണ്ട്. പിതാവിനെ എങ്ങനെ വിളിക്കുന്നുണ്ട്? പിതാവിനൊരു നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനൊരു പേരുണ്ട്. പിതാവിന്റെ പേരെന്താ പറ?
യഹോവ ഏ യഹോവ യഹോവ എന്നല്ലേ എന്ന് പിതാവിനെ? ഞാൻ മുമ്പേ നിങ്ങൾ പറഞ്ഞല്ലോ, ത്രിത്വം എന്ന വിഷയത്തിലേക്ക് പോകുമ്പോൾ യഹോവ എന്ന നാമം അത് പിതാവിന് മാത്രമുള്ളതല്ല, ത്രിയേക ദൈവത്തിന്റെ സംഘടിത നാമമാണ് യഹോവ. അപ്പൊ അവിടെ ദൈവത്തിന്റെ നാമം എന്തുവാ? അങ്ങനെ ത്രിയേക ദൈവത്തിന്റെ നാമമാണെന്ന് ഏഹ് അവിടെ എവിടെ ഈ ബൈബിളിനകത്ത് എവിടെ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞ ത്രിത്വം എന്ന വിഷയത്തിൽ നമ്മളിപ്പോ പോകരുത്. ത്രിത്വം എന്ന വിഷയം ഞാൻ പഠിക്കുന്നത് പറയട്ടെ, നാമത്തിന്റെ കാര്യം മാത്രം പറയുന്നു. അവിടെ ഞാൻ തന്നെ യഹോവ എന്ന് പറയുന്നു. അപ്പൊ ഞാൻ തന്നെ യഹോവ എന്ന് പറയുമ്പോ ഞങ്ങളാ യഹോവയാണെന്നല്ല പറയുന്നത്, ഞാൻ തന്നെ യഹോവ എന്നാ പറയുന്നത്. ഇങ്ങനല്ല, ഞാൻ തന്നെ, ഞാനല്ലാതെ വേറൊരു രക്ഷിതാവും ഇല്ലെന്നാ പറയുന്നത്. ത്രിയേകനാകുമ്പോൾ ഞങ്ങളെന്ന് പറയാൻ ഒക്കത്തില്ല, ഏക ദൈവമാണ്. ഏക ദൈവത്തിന് ഏകനാമത്തിലേ പറയാൻ ഒക്കത്തുള്ളൂ. മൂന്ന് വ്യക്തി, ഞാൻ ആ മൂന്ന് വ്യക്തികളെ നിങ്ങൾക്ക് മുമ്പിൽ ഒന്നിച്ചിപ്പ കാണിക്കാം. ഒരു മിനിറ്റ് എന്റെ കൂടെ നിൽക്കണം. സ്നാനത്തിന്റെ വിഷയത്തിലേക്ക് വരാം. യേശു സ്നാനമേറ്റപ്പോൾ ത്രിത്വത്തിൽ ഒരു വ്യക്തിയായ പുത്രൻ തമ്പുരാൻ വെള്ളത്തിൽ നിൽക്കുന്നു, അല്ലേ? ശ്രദ്ധിച്ച് കേൾക്കണമേ. ഞങ്ങള് ചോദ്യം കേട്ടച്ച്. പുത്രൻ തമ്പുരാൻ വെള്ളത്തിൽ നിൽക്കുന്നു, പിതാവായ ദൈവം മുകളിൽ നിന്ന് സംസാരിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവ് പ്രാവ് രൂപേണ അവന്റെ തലമേൽ വന്നു. മൂന്ന് വ്യക്തികളെ നമ്മളെ കാണുന്നു. പ്രാവിനെ കാണുന്നുണ്ട്. പിതാവിന്റെ ശബ്ദം കേൾക്കുന്നില്ലയോ? ശബ്ദം കേൾക്കുന്നുണ്ട്. ശബ്ദം, പിതാവ് മുകളിൽ നിന്ന് സംസാരിക്കുന്നു. പുത്രൻ വചനമല്ലേ വചനമല്ലേ ഉദ്ദേശിക്കുന്നത്? വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തിന്റെ കൂടെ. ശ്രദ്ധിച്ച് കേട്ടച്ച്. പുത്രൻ വെള്ളത്തിൽ നിൽക്കുന്നു. മൂന്ന് വ്യക്തികളും ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളെ നമ്മൾ ഒന്നുവെച്ച് കാണുന്നുണ്ടോ? ഇവിടെ ആര് പറഞ്ഞു അത് മൂന്ന് വ്യക്തികളാണെന്ന്? അവിടെ വചനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? അത് നമ്മൾ കാണുന്നിടത്ത് പിന്നെ വേറെ എഴുതണം. ആരാ കണ്ടത്? കാണിക്കുക. ആരാ കണ്ടത്? ഒരു കാര്യം ചോദിച്ചോട്ടെ, ആയിരിക്കെ ദൈവത്തിന് 100 സ്ഥലത്തുനിന്നും 1000 സ്ഥലത്തുനിന്നും ഒരുമിച്ച് പ്രവർത്തിച്ചുകൂടെ? എന്തുകൊണ്ടാണ് നമ്മുടെ മൂന്ന് വ്യക്തികളെ നമ്മൾ കാണുന്നത്? അതാ ഞാനും ചോദിക്കുന്നത്. അങ്ങനെ പറ, നിങ്ങൾ തന്നെ ഉത്തരം പറ. അല്ല, എന്നെ സംബന്ധിച്ചോളം ഒരു ഉത്തരവേ ഉള്ളൂ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞത് ഞാൻ സ്വയമേ ഒന്നും ചെയ്യുന്നില്ല, പിതാവിനെ വസിച്ചുകൊണ്ട് തന്റെ വേല ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോഴും പിതാവ് യേശുവിലുണ്ടെന്ന് പറയുന്നു. പിന്നെ ഈ പ്രാവിനെയും കാണുന്നു, പിന്നെ മേളിൽ നിന്ന് ശബ്ദം വരുന്നു. അപ്പൊ ഇതെല്ലാം പിതാവ് തന്നെ അല്ലയോ? അപ്പം ഈ ഒരേ ആത്മാവിന്റെ പ്രവർത്തനം തന്നെ അല്ലയോ? പിന്നെ നമ്മൾ ആത്മാവിനെ എങ്ങനെ വ്യക്തമാക്കുന്നത്? ഞാൻ പറഞ്ഞ സഹോദരന്മാരെ, ത്രിത്വം എന്ന വിഷയം നമ്മൾ ഇങ്ങനെ പറഞ്ഞ് പഠിച്ചാൽ ഒക്കത്തില്ല. നമ്മൾ സ്നാന വിഷയമാണ്. ഇപ്പൊ സ്നാനം എന്ന വിഷയത്തിൽ കർത്താവ് നമുക്ക് തന്ന വിഷയം, കൽപ്പന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നടത്താനാണ്. ഒരു വാക്യം കാണിച്ചാൽ മതി, ഏതെങ്കിലും ഒരു പ്രവൃത്തി കാണിച്ചാൽ മതി. അപ്പോസ്തലന്മാർ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തിക്കകത്ത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവെന്ന് ഉരുവിട്ട് അവരെന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തെങ്കിൽ ഒരു വചനം കാണിച്ചാൽ മതി. ഒരു വചനം. ഞാൻ അതിനാ ഇപ്പൊ പറഞ്ഞത്. അപ്പോസ്തല പ്രവർത്തനം 8 സ്നാനമുണ്ട്. അതിൽ 4-5 ഇടത്തെ നാമം പറഞ്ഞിട്ടുണ്ട്, ബാക്കി 3 ഇടത്ത് ഒരു നാമം പറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു നാമം പറയാൻ സ്നാനപ്പെടുത്താമോ? അവിടെ 8 കാര്യങ്ങളല്ലേ പറയുന്നത്? ഞാനിപ്പോ വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല, അതുകൊണ്ടല്ല. ബാക്കിയെല്ലാം വായിപ്പിച്ചു മണി 11 കഴിഞ്ഞപ്പോഴും. ഞങ്ങൾ വായിച്ചതാണ്. അപ്പൊ ചോദ്യം അതുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തിയില് ഒരിടത്ത് പോലും അങ്ങനെ കാണാനില്ല. സ്നാനം കൊടുത്തു എന്ന് പറഞ്ഞാലും അവര് നാമത്തിൽ കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്രോസ് ആദ്യം പറഞ്ഞതല്ലാതെ അവര് വേറെ കൽപ്പനയിലേക്ക് പോകുമെന്നാണ് എനിക്ക് സംശയം. ഒരിടത്ത് ചെയ്തല്ലേ. ഞങ്ങൾ പറയുന്ന ഊവ് എന്നാ പറയുന്നത്. ഞങ്ങൾ പറയുന്ന ഒരു പ്രാവശ്യം ഊവും മറ്റൊരു സ്ഥലത്ത് വേറെയും ചെയ്യത്തില്ല. അപ്പൊ അപ്പോസ്തലന്മാർ ചെയ്തത് അത് തന്നെ ആയിരിക്കണമല്ലോ. ആദ്യം മുതൽ അവർ തുടങ്ങിയത് ഞങ്ങൾ ആദ്യം അറിയിച്ച സുവിശേഷം അല്ലാതെ അതിന് വിപരീതമായി ആരെങ്കിലും വന്ന് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവെന്ന് പറയുമ്പോ അവരെ ആദ്യം അറിയിച്ച സുവിശേഷം തന്നെ അല്ലായിരിക്കുമോ അപ്പോസ്തല പ്രവൃത്തി മൊത്തം അറിയിപ്പിച്ചത്? ആ വാക്യത്തിൽ എനിക്കും പറയാനുള്ളത്, അവരെല്ലാവരും പറഞ്ഞതും പ്രവർത്തിച്ചതും കർത്താവ് കൊടുത്ത കൽപ്പന പ്രകാരം തന്നെയാണ്. അവരതിന് മാറ്റം വരുത്തിയിട്ടില്ല. അതാണ് അപ്പൊ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അവർ ഒരിടത്ത് പോലും ഒരു പ്രവൃത്തി പോലും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് ഉരുവിട്ട് അവരെന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അവര് യേശു ക്രിസ്തുവിന്റെ നാമം ഉപയോഗിച്ചു എന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ, തിരുവെഴുത്ത് എഴുതിയായ ശുശ്രൂഷകന്മാർ അവരാ എഴുതിയത് അവരുടേതായ രീതിയിൽ കൂടെ എഴുതാൻ പരിശുദ്ധാത്മാവ് അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു. അവരവരുടെ രീതിയിലാണ് എഴുതിയത്. അപ്പോൾ എഴുതിയപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു, ഉദാഹരണ പ്രകാരം ആ അടിസ്ഥാനത്തിലാണ് അവർ എഴുതിയത്. കൽപ്പന അവർ പ്രകാരമാണ് അവർ സ്നാനപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ യേശു സ്നാനം എന്നല്ലേ പറയേണ്ടത്?
യേശുവിന്റെ നാമത്തിലുള്ള സ്നാനം എന്നല്ലല്ലോ പറയുന്നത്. എന്നാ പിന്നെ നമുക്ക് എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്? എന്താന്ന് വെച്ചാൽ മത്തായി മുതൽ എല്ലാരും ശിഷ്യന്മാര് തന്നെയാണ്, അവിടുത്തെ ആ സമയത്ത് കാലഘട്ടത്തെ ശിഷ്യന്മാര് തന്നെയാണ് നമുക്ക് ഈ സുവിശേഷം അറിയിച്ചിരിക്കുന്നത്. അപ്പം ഇവര് പറയുന്നത് എല്ലാം ഒരു ഒറ്റ മെസ്സേജ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഒരെണ്ണം വിട്ടിട്ട് ഒരെണ്ണം സ്വീകരിക്കാൻ പറ്റുന്നതെന്നുള്ള വലിയ ചോദ്യം വരും. എല്ലാം കർത്താവ് അറിയിപ്പിച്ചേക്കുന്നത് ശിഷ്യന്മാരിൽ കൂടെ. ശിഷ്യന്മാരിൽ കൂടെ. ശിഷ്യന്മാരങ്ങനെയാണ് ചെയ്ത് ആദ്യകാലം എന്നുള്ള സഭാചരിത്രം നമുക്ക് പഠിച്ചു വരണം. ആദ്യകാലം നമ്മുടെ സഭാചരിത്രം പഠിച്ചു വരുമ്പോഴേ ആ കാര്യങ്ങൾ അറിയത്തുള്ളൂ. നമുക്കിപ്പോൾ കാരണം ഈ സഭാപിതാക്കന്മാരെല്ലാം ഈ എഴുതിയിരിക്കുന്ന അനുസരിച്ച് അവര് എല്ലാം പഠിച്ച് സഭാചരിത്ര പ്രകാരം ചിന്തിച്ചാൽ പിതാക്കന്മാരെല്ലാവരും നടത്തിയ സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണെന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ അവർക്ക് തെറ്റുപറ്റി കാണുമല്ലോ സഭാപിതാക്കന്മാർക്ക്. അവര് വചനം അനുസരിച്ചല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് അതിനെതിരെ ഇങ്ങനെ വാദപ്രയോഗത്തിലൂടെ ആളുകൾ പറഞ്ഞു പോകാതെ ഉണ്ട്. അല്ല, നമ്മൾ പറയാ എന്തെങ്കിലും സഭാപിതാക്കന്മാര് ചെയ്തേക്കുന്നത് അത് വചനത്തിന്റെ അടിസ്ഥാനത്തിലാണോ അതോ അവര് ഊഹിച്ചെടുത്തതാണോ? ഇപ്പൊ ഇന്ന് നമ്മൾ ഇരുന്ന് ഊഹിക്കുന്നത് പോലെ അവര് ഊഹിച്ചെടുത്തായിരിക്കുമോ? ചിലപ്പോ അവര് ചെയ്തത് ഇങ്ങനെ ആയിരിക്കും എന്ന് പാസ്റ്റർ പറയുന്നു. അപ്പൊ അതുപോലെ തന്നെ സഭാപിതാക്കന്മാരും അന്ന് ഒരു ഊഹം ഇങ്ങനെ ആയിരിക്കും ചെയ്തതെന്ന് ഊഹിച്ചാണ് അവര് ചെയ്തത്. ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. അങ്ങനെ ഊഹിച്ചായിരുന്നെങ്കിൽ കത്തോലിക്കക്കാരുടെ കൂട്ട് ഊഹിച്ചോണ്ടിരിക്കേണ്ട അല്ലേ? ഇപ്പോഴും ശിശു സ്നാനം നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരവസ്ഥയായിരുന്നല്ലോ. ഈ 100 വർഷം മുമ്പേ ആണ് ഈ ബെന്തിക്കോസുകാർക്ക് മനസ്സിലായത് ഇത് മുങ്ങി സ്നാനം എടുക്കണമെന്നുള്ള കാര്യം. മുമ്പേ ഉള്ള പിതാക്കന്മാർക്കെല്ലാം ശിശു സ്നാനം ഓക്കെ ആയിരുന്നല്ലോ. അപ്പൊ അവർക്കും തെറ്റ് പറ്റും എന്നുള്ള കാര്യം നമുക്ക് ഇപ്പം തന്നെ നമുക്ക് തെളിയിക്കാം. എന്ന് പറഞ്ഞാൽ കത്തോലിക്കക്കാർക്ക് തെറ്റുപറ്റി. പ്രിയ സ്നേഹിതരെ, ഞങ്ങൾ JCNDSD എന്ന ഗ്രൂപ്പിലൂടെ കർത്താവിന്റെ ദാസൻ ജോർജ് വാഷ് ബാംഗ്ലൂര് അദ്ദേഹം സംസാരിച്ചത് നിങ്ങൾ കേട്ടുവല്ലോ. അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല. അദ്ദേഹത്തിന്റെ സഹോദരനായിരുന്നു PT തോമസ്, എറണാകുളത്തുണ്ടായിരുന്ന. എറണാകുളത്തുള്ള PT തോമസ് ഭാഷ എനിക്കറിയാം. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നില്ല. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഇവിടുത്തെ IPCയുടെ പ്രവർത്തനത്തിലായിരുന്നു. പിന്നീട് എൻ്റെ അറിവ് അദ്ദേഹം IPC വിട്ടു. അതിനുശേഷം സ്വതന്ത്രമായി ഒരു സഭ പാലാരിവട്ടത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ തമ്മിൽ പലപ്പോഴും പരിചയപ്പെട്ടിട്ടുണ്ട്. ആ വിഷയം പോട്ടെ. അദ്ദേഹം ഒരു കർത്താവിന്റെ വേല ചെയ്ത ഒരു ദൈവദാസനായിരുന്നു. ആളിപ്പോ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ കടന്നുപോയി കാണും. ഇനി പാസ്റ്റർ PT ജോർജ് എന്ന് പറയുന്ന ദൈവദാസൻ ഇവിടെ സംസാരിച്ച വിഷയം നിങ്ങൾ എല്ലാവരും കേട്ടു. ആദ്യം മുതലേ വളരെ എങ്ങനെയാ പറയുന്നത്, പ്രായമുള്ളൊരു മനുഷ്യനാണ്. തെറ്റായിട്ടുള്ള ആശയങ്ങൾ ആണ് അദ്ദേഹം പ്രചരിപ്പിച്ചത് എന്നുള്ളതിന്റെ ധാരാളം തെളിവ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ത്രിയേക ദൈവം, തൃത്വം 3 പേര് തമ്മിൽ സംസാരിച്ചു, അതാണ് ദൈവത്തിന്റെ ആലോചന എന്ന് പറയുന്നത്. അന്ന് സംസാരിച്ചപ്പോൾ പുത്രനെ യേശു എന്നല്ല വിളിച്ചുകൊണ്ടിരുന്നത്, അന്ന് പുത്ര എന്നാണ് വിളിക്കുന്നത്. പിതാവ് പുത്രന് പുത്ര, നീ മാനവജാതിയുടെ രക്ഷയ്ക്കായി പോകണം എന്ന് അവിടെ ആലോചനയിൽ പറഞ്ഞു എന്നാണ്. ഈ ആലോചന ഇദ്ദേഹത്തോട് ആര് പറഞ്ഞു എന്ന് അദ്ദേഹം വിശദീകരിച്ചില്ല. ഇദ്ദേഹം എങ്ങനെ കേട്ടു എന്നൊന്നും വിശദീകരിച്ചില്ല. അപ്പൊ അതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഊഹാഭോഗത്തിന്റെ ഒരു യാത്രയാണ് ആ ദൈവദാസൻ നടത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ യേശുവിൻ നാമത്തിലുള്ള സ്നാനം നിലവിൽ വന്നത് ഈ അടുത്ത കാലത്താണെന്നാണ് പറഞ്ഞത്. ആ കാലമൊന്നും അദ്ദേഹം വ്യക്തമാക്കിയില്ല. ആദ്യം തൃത്വത്തിലായിരുന്നു, അല്ലെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന ആ അക്ഷരം പറഞ്ഞുള്ള ആ സ്നാനമാണ് ആദ്യം നടന്നത്. അതിനുശേഷം ഈ അടുത്ത നാളിലാണ് യേശുവിൻ നാമത്തിലുള്ള സ്നാനം കടന്നു വന്നത് എന്ന് അദ്ദേഹം സംസാരിച്ചു. അത് തികച്ചും ഫോഷ്കാണ്. ഒന്നാമത്തെ സ്നാനം ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്നു. ആദിമ ക്രൈസ്തവ സമൂഹം, കത്തോലിക്കര് പോലും അവരുടെ ബൈബിളിൽ അടിച്ചിറക്കിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 2:38 ആദിമ ക്രൈസ്തവ സമൂഹമെന്ന്. അവിടെ എങ്ങനെയാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ യോഗ്യത എന്താണെന്ന് അവിടെ വെളിപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് താൻ ലഭിക്കും. അപ്പം ആ AD 30 ശേഷം ആദ്യം ദൈവസഭയിൽ നടന്ന സ്നാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമായിരുന്നു. അതായത്
പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമമാണ് യേശു എന്നുള്ളതിന് മറ്റു തെളിവുകളുണ്ട്. ഞാൻ അതിപ്പോൾ വിശദീകരിക്കുന്നില്ല, ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെ വിശദീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ അവിടെയും താൻ പറഞ്ഞത് സത്യത്തിൽ അസത്യമാണ്. അത് ഒരിക്കലും അദ്ദേഹത്തിനത് തെളിയിക്കാൻ കഴിയുന്ന ഒരു സംഗതിയല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുപോലെ പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആര് കൽപ്പന കൊടുക്കുന്നുവോ, കൽപ്പന കിട്ടിയ വ്യക്തിയുടെ പേരിലാണ് പേരിലാണ് കൽപ്പന അറിയുന്നത്. അങ്ങനെ ഉദാഹരണം അദ്ദേഹം പറഞ്ഞു, മോശയുടെ ന്യായപ്രമാണം ദൈവത്തിന്റെ പേരിലാണ്, ദൈവമാണ് കൊടുത്തത്, എങ്കിലും അത് ദൈവത്തിന്റെ കൽപ്പന ആർക്ക് കൊടുത്തോ അവരുടെ പേരിൽ അറിയപ്പെടണം. അങ്ങനെ ഒരു നിയമം പോലെ അദ്ദേഹം പറഞ്ഞു. അങ്ങനെയാണ് മോശയുടെ ന്യായപ്രമാണം. മോശയുടെ ന്യായപ്രമാണമല്ലല്ലോ ദൈവത്തിൻ്റെതല്ലേ എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതുപോലെ യോഹന്നാന്റെ സ്നാനം, അങ്ങനെ അദ്ദേഹം പറഞ്ഞ ആശയം അങ്ങനെയെങ്കിൽ പിന്നെ അദ്ദേഹം പറയുകയാണ് കർത്താവിന്റെ കൽപ്പന. അത് എങ്ങനെ കർത്താവിന്റെ കൽപ്പനയാകും? കർത്താവ് കൽപ്പന ആർക്ക് കൊടുത്തു? അപ്പോസ്തലന്മാർക്ക് കൊടുത്തു എങ്കിൽ അദ്ദേഹത്തിന്റെ ന്യായവാദം വെച്ച് അപ്പോസ്തലന്മാരുടെ കൽപ്പനയാകണ്ടേ? അത് അദ്ദേഹം സമ്മതിക്കുന്നില്ല. അപ്പോൾ ദൈവം ആർക്ക് കൊടുക്കുന്നു അവരുടെ കൽപ്പനയാവുമെങ്കിൽ ദൈവം കൊടുത്ത കൽപ്പന അപ്പോസ്തലന്മാർക്കാ, അപ്പോസ്തലന്മാരുടെ സ്നാനമാകണം അത്. അങ്ങനെ അപ്പോസ്തലന്മാരുടെ സ്നാനം സത്യത്തിൽ അപ്പോസ്തലന്മാരുടെ സ്നാനം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം കൂടെ ഇതിനകത്തൊന്ന് സൂചിപ്പിച്ച് ഞാൻ അങ്ങ് നിർത്തിക്കോളാം. അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നമ്മുടെ സൈമൺ ബ്രദറിനോട് ചോദിച്ചതാണ്, യേശുക്രിസ്തു എങ്ങനെ സ്നാനപ്പെട്ടു, യേശുക്രിസ്തു എങ്ങനെയാണ് സ്നാനപ്പെടുത്തിയത് എന്നാ ചോദിച്ചത്. കാരണം ബൈബിൾ വായിക്കുമ്പോൾ യേശുക്രിസ്തു സ്നാനം നടത്തി എന്നൊരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം വ്യക്തമാക്കുന്ന മറ്റൊരു വാക്യമുണ്ട്, അത് ഞാനൊന്ന് വായിക്കാം. യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു. അങ്ങനെയാണ് യേശു സ്നാനം നടത്തി എന്ന് പറയുന്ന മറ്റൊരു ഭാഗം അവരെടുത്ത് തരുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ അല്ലാതെ യേശു തന്നെ സ്നാനം കഴിപ്പിച്ചില്ല താനും. അവിടെ വ്യക്തമാണ്, യേശു സ്നാനം കഴിപ്പിച്ചില്ല, യേശു ഇറങ്ങി സ്നാനപ്പെടുത്തിയില്ല ആര്. ഇവരെല്ലാം ചിന്തിച്ചിരിക്കുന്നത്, ഇവിടെ തൃത്തക്കാർ ചിന്തിച്ചിരിക്കുന്നത് യേശു വെള്ളത്തിലിറങ്ങി സ്നാനം നടത്തിയെന്നാണ്. കാരണം മറ്റൊരു ഭാഗമുണ്ട്, ഞാൻ പെട്ടെന്നായതുകൊണ്ട് ആ വാക്യം എടുത്തിക്കുന്നില്ല, നിങ്ങൾക്ക് അവിടെ യേശു ക്രിസ്തു സ്നാനം കഴിപ്പിച്ചു എന്ന് പറയുമ്പോൾ സ്നാനത്തിന് പോയാൽ ആ സ്നാനം ആരെങ്കിലും ചോദിക്കുക ഇന്നയാളെ ഒന്ന് കാണും, അതേ അവിടെ സ്നാനം നടത്തുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ നാം ആയിരിക്കുകയല്ല, നമ്മുടെ കൂടെയുള്ള ആരെങ്കിലും സഹോദരങ്ങളോ പാസ്റ്റേഴ്സോ ആയിരിക്കും സ്നാനം നടത്തുന്നത്. അപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാർ ഇറങ്ങി സ്നാനം നടത്തിയപ്പോൾ അത് യേശുവിന്റെ സ്നാനം എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, യേശു ഇറങ്ങി സ്നാനപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഇദ്ദേഹത്തിന്റെ തൃത്വത്തിന്റെ പഠിപ്പിക്കലുമായിട്ട് ആര് വന്നാലും അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഒത്തിരി തെറ്റായ ധാരണകൾ ജനത്തിലേക്ക് കടത്തിവിടുവാൻ ഊഹാപോഹങ്ങൾ, അതങ്ങനെയാണ് ഇങ്ങനെയാണ്. അവിടെ കമ്മിറ്റി നടന്നു, 3 പേര് ചേർന്ന് കമ്മിറ്റി നടന്നു. പുത്രനോട് പറഞ്ഞു, പുത്ര നീ പോടാ എന്ന് പറഞ്ഞ് പുത്രനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഇങ്ങനെയൊക്കെ ഒത്തിരി തെറ്റിദ്ധാരണകളുടെ മനുഷ്യ മനസ്സിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ കൊണ്ടെത്തിക്കുന്ന ഒരു പ്രമാണമാണ് ഈ തൃത്വത്തിന്റെ ഉപദേശങ്ങൾ മുഴുവൻ എന്ന് വ്യക്തമാക്കുന്നതാണ് പ്രായമുള്ള 82 വയസ്സുള്ള കർത്താവിന്റെ ദാസൻ PT ജോർജ് പാഷറിൽ നിന്ന് കേട്ട ആശയങ്ങൾ മുഴുവൻ പരസ്പര വിരുദ്ധങ്ങളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞ പരസ്പര വിരുദ്ധങ്ങളാണ്. ഇനിയും അദ്ദേഹം വരുമായിരിക്കും, വന്നാൽ ബാക്കിയും അദ്ദേഹത്തിന്റെ പരസ്പര വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾ കേൾക്കാം. ഓക്കെ, ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.